പേഴ്സണൽ ബ്രാൻഡിങ്ങിന് പറ്റി ചോദിക്കുന്ന ചോദ്യത്തിന് ശരിക്കും കേരളത്തിൽ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം വരുന്ന തലമുറയ്ക്ക് ഒരു ബ്രാൻഡിങ് സ്റ്റഡി തന്നെയായിരിക്കും അദ്ദേഹം. ഈ പൊതുവിൽ ആളുകൾ അല്ലെങ്കിൽ ബ്രാൻഡുകൾ സോഷ്യൽ മീഡിയയിൽ വരുത്തുന്ന തെറ്റുകൾ അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണ്? സത്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ഐഡിയ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. അത് സത്യമാണോ പ്രചരിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ധർമ്മമാണ്. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ യു. പ്രശ്നം നമ്മുടെ നാട്ടിൽ നല്ല ഷോർട്ടേജ് ഓഫ് ടാലൻ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ കുറച്ച് SEOക്കാരുണ്ട്, കുഴപ്പമില്ലാതെ. അതിൻ്റെ മേലോട്ട് ഒരു ക്രൈസിസ് ടൈമിൽ എങ്ങനെയാണ് ഒരു ബ്രാൻഡിന് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റുക? ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇന്ത്യയിലും വിദേശത്തുമായി ഒരുപാട് ബ്രാൻഡുകൾക്ക് ഡിജിറ്റൽ മീഡിയ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി കൊടുക്കുന്ന മിസ്റ്റർ ഡെന്നിസ് അറക്കലാണ്. ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയുടെ പ്രസക്തി എന്താണെന്നും അതെങ്ങനെ ബ്രാൻഡുകൾക്ക് ഗുണകരമായി ഉപയോഗിക്കാമെന്നും നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഒരിത്തിരി സമയം അദ്ദേഹവുമായിട്ട് നമുക്ക് ഒരുമിച്ചിരിക്കാം. ഹായ് ഡെന്നിസ്. താങ്ക് യു. ഐ ആം ഹാപ്പി ടു ബി ഹിയർ. സന്തോഷം. എവിടെയാണിപ്പോൾ? നാട്ടിലാണോ ഉള്ളത് അതോ വിദേശത്താണോ കൂടുതൽ? ഞാൻ കാനഡയിലും ഉണ്ട്, UAE ഉണ്ട്, നാട്ടിലുമുണ്ട്. അങ്ങനെ 3 സ്ഥലത്തായിട്ട് എൻ്റെ സമയം സ്പെൻഡ് ചെയ്യാണ്. എനിക്ക് 3 സ്ഥലത്തും ക്ലയൻസ് ഉണ്ട്. സോ ഒബ്വിയസ്ലി ബേസ് ഇന്ത്യയാണോ ഇപ്പോൾ തൽക്കാലത്തേക്ക് ബേസ് ഇന്ത്യയാണ്. ഞാൻ 3 വർഷം കാനഡയിലായിരുന്നു. ദെൻ ഐ വിൽ ബി ആഫ്റ്റർ സം 2 years ഐ വിൽ ബി ഗോയിങ് ബാക്ക്. സോ തൽക്കാലം ബേസ് ഇന്ത്യയിൽ തന്നെയാണ്. എന്താണ് പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ഇപ്പോഴത്തെ ആക്ടിവിറ്റി? ഞാൻ ഇപ്പോൾ 2 ആക്ടിവിറ്റി ഉണ്ട്. ബേസിക്കലി ഞാനൊരു സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി കൺസൾട്ടൻ്റ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു കേരളത്തിലെ ടെക്ജൻഷ്യ സോഫ്റ്റ്വെയർ ടെക്നോളജീസ് എന്ന് പറഞ്ഞ നമ്മുടെ കേരള ചേർത്തല ഇൻഫോ പാർക്കിലുള്ള ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് കൂടെയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ബേസിക്കലി ഞാൻ ചെയ്യുക ഇപ്പോൾ കറൻ്റ്ലി. ഇന്ന് നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ ഒരുപാട് ക്ലയൻസിന് സംശയമുള്ള കുറേ കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഉറപ്പായിട്ടും. പ്രത്യേകിച്ചും ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്രമാത്രം സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടം. അതെ. നമ്മൾ ആരാണ് എന്നതിലുപരി നമ്മളെ എങ്ങനെ ആളുകൾ കാണുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിനെ ആളുകൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണല്ലോ. ആ പെർസെപ്ഷൻ ആണല്ലോ ഇതിനകത്ത് ഏറ്റവും വലിയ മാറ്റം ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ പെർസെപ്ഷൻ മാനേജ്മെൻറ്റിനെ കുറിച്ച് എന്താണ്, അല്ലെങ്കിൽ എന്താണ് പെർസെപ്ഷൻ മാനേജ്മെൻറ്റ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഉറപ്പായിട്ടും. നമുക്ക് ആദ്യം അതിനു മുമ്പ് തന്നെ നമ്മളിപ്പോൾ ചില സിനിമ കണ്ടു കാണും. ഇപ്പോൾ പ്രാഞ്ചിയേട്ടൻ എന്നും പറഞ്ഞൊരു മൂവി അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സിനിമയിലെ കഥാപാത്രത്തിനെ ഒരു പ്രത്യേക രീതിയിൽ ആളുകൾ കാണണമെന്ന് ആ കഥാപാത്രത്തിന് ആഗ്രഹമുണ്ട്. എന്നാൽ ആളുകൾ ആ കഥാപാത്രത്തിനെ അങ്ങനെ കാണുന്നില്ല, അല്ലെ പെർസീവ് ചെയ്യുന്നില്ല. അപ്പോൾ ആ കഥാപാത്രം അയാളെ എങ്ങനെ കാണണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ ബാക്കി ആൾക്കാർ കാണാൻ വേണ്ടി ചെയ്യുന്ന സകല യുദ്ധമാണ് അതിൻ്റെ ചെയ്യുന്ന ഇതാണ് ആ സിനിമ കഥ തന്നെ. അപ്പോൾ ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ ബിസിനസ്സുകൾക്ക് ഇത് വളരെ ആവശ്യം. നമുക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുമെങ്കിലും ഞാനൊരു ഒരു പ്രത്യേക ടൈപ്പ് മനുഷ്യനാണ്, അല്ലെങ്കിൽ എനിക്ക് പർട്ടിക്കുലർ ടൈപ്പ് ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ ആ ക്വാളിറ്റീസ് ബാക്കിയുള്ളവർ അംഗീകരിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ആ ക്വാളിറ്റീസ് കൊണ്ട് ഗുണമുണ്ട്. ഇത് പുതിയ കാര്യമില്ല, പണ്ട് തൊട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ റോമൻ പട്ടാളക്കാരുടെ ജനറൽമാരുടെ ഡ്രസ്സുകൾ, വാരിയേഴ്സിൻ്റെ മെഡലൊക്കെ തന്നെ അവനെ ആ രീതിയിൽ പേഴ്സീവ് ചെയ്യാൻ വേണ്ടിയാണ്. കണ്ടാൽ പേടിക്കണം. അതുകൊണ്ടാണ് ജനറലിൻ്റെ തൊപ്പിക്ക് തൂവൽ കൂടുതൽ. അപ്പോൾ ആ പെർസെപ്ഷൻ ഞാൻ ഇന്നൊരുത്തനാണ് എന്ന് പേഴ്സീവ് ചെയ്യിക്കണം അല്ലെ യുദ്ധം ചെയ്യുമ്പോൾ ഈ പെർസെപ്ഷൻ മാനേജ്മെൻ്റാണ് ഈ കപ്പടാമീശ. അപ്പം ഇത് ഞാനൊരു റഫ് ആൻഡ് ടഫ് ആണ് എന്ന് ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു തിങ്ങാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഇത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. അപ്പോൾ ഈ ചോദ്യത്തിൽ ബ്രാൻഡുകൾക്ക് അത് വേണം. കാരണം ബ്രാൻഡുകൾ പലപ്പോഴും ഒരു സ്റ്റോറിയാണ് പറയാൻ ശ്രമിക്കുന്നത്. ബ്രാൻഡുകൾ ഒരു ട്രസ്റ്റും കുറേ ബ്രാൻഡുകളുടേതായ കുറേ വാല്യൂസാണ് പറയാൻ ശ്രമിക്കുക. ഈ വാല്യൂസും ഈ ട്രസ്റ്റും ആൾക്കാരുടെ അടുത്ത് എത്തിയില്ലെങ്കിൽ ബ്രാൻഡ് സ്റ്റോറി കംപ്ലീറ്റ് ആവത്തില്ല. ബ്രാൻഡ് ഹാസ് ടു ടെൽ ദ സ്റ്റോറി അല്ലേ. അപ്പം അത് പറയാൻ വേണ്ടി നിത്യവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, ആ കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയ ബ്രാൻഡിന് സ്വന്തമായിട്ട് വേണം. ഇപ്പോൾ ടെലിവിഷനോ ട്രഡീഷണൽ മീഡിയയോ നിങ്ങൾക്ക് നറേറ്റീവ് അത്ര എളുപ്പം മാനേജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എന്താണോ നറേറ്റീവ്, നിങ്ങൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലാംഗ്വേജിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനുള്ള ചാൻസ് ഇപ്പം നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ ട്രഡീഷണൽ മീഡിയയിൽ നിന്നും, നമ്മൾ ട്രഡീഷണൽ മീഡിയ ആണല്ലോ വർഷങ്ങളായിട്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ട്രഡീഷണൽ മീഡിയയിലേക്ക് പോകുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമായിട്ട്? ഏറ്റവും വലിയ വ്യത്യാസം എൻഗേജ്മെൻറ്റും നറേറ്റീവുമാണ്. ഈ ട്രഡീഷണൽ മീഡിയ വൺ വേ മീഡിയ.
ഓക്കെ, നമ്മളൊരു കാര്യം പറയുന്നു, ആ കാര്യം ആൾക്കാർ എങ്ങനെ എടുത്തെന്ന് നമുക്കറിയാൻ യാതൊരു മാർഗ്ഗവുമില്ല. നമുക്ക് പറയാനുള്ളത് പറയാൻ സാധിക്കും, പക്ഷേ ആൾക്കാർക്ക് സംശയം ഉണ്ടെങ്കിൽ അത് തിരുത്താൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ സ്റ്റോറി പറയാൻ സാധിക്കും, പക്ഷേ നറേറ്റീവ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ യു ക്യാൻ ടെൽ യുവർ സ്റ്റോറി ആൻഡ് ടേക്ക് ദ സ്റ്റോറി ഫോർവേഡ് ബൈ വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഷോർട്ട് ഫോം വീഡിയോ ഇട്ടു, ഒരു റീലിട്ടു. ഈ റീലിനെ ആൾക്കാർ എങ്ങനെ കാണുന്നുള്ളൂ എന്ന് നമുക്ക് ആ റീലിൻ്റെതായുള്ള കമൻറ്റ് വെച്ച് മനസ്സിലാവും. പിന്നെ ലിസണിങ് സർവീസസ് ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ഏരിയയാണ് ലിസണിങ് സർവീസസ്. നമുക്ക് ആ ലിസണിങ് സർവീസസ് ഉപയോഗിച്ചിട്ട് പബ്ലിക്കിൻ്റെ സെൻറ്റിമെൻറ്റ് മനസ്സിലാക്കും. വി ക്യാൻ ഡു മൂഡ് അനാലിസിസ്. അപ്പോൾ ഒരു ക്യാമ്പയിൻ റൺ ചെയ്തിട്ട് നമ്മൾ മൂഡ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ, സെൻറ്റിമെൻറ്റ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണോ ആളുകൾ ബ്രാൻഡിനെ കണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഇത് ചെയ്യാം, കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും. ട്രഡീഷണൽ മീഡിയയിൽ സാധിക്കില്ല, കാരണം വി കനോട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ നമുക്ക് മെൻഷൻസും ഹാഷ്ടാഗ്സും ഒക്കെ അനലൈസ് ചെയ്യാം. അപ്പോൾ ട്രഡീഷണൽ മീഡിയയ്ക്ക് ഒരിക്കലും ഒരു എൻഗേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. എൻഗേജ്മെൻ്റ് ഇല്ലാത്ത സ്റ്റോറി ഇല്ല. അപ്പം നിങ്ങളുടെ സ്റ്റോറി നിങ്ങൾക്ക് പറയുകയും അത് കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് സോഷ്യൽ മീഡിയയുടെ ഇമ്പോർട്ടൻസ്. അത് എല്ലാ ബ്രാൻഡുകളും ഇത് യൂസ് ചെയ്യണം. നല്ല കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന പല ബ്രാൻഡുകളും ഇപ്പോൾ പരസ്യത്തിൻ്റെ ബഡ്ജറ്റ് കുറച്ച് കഴിഞ്ഞു. കേരളത്തിൽ തന്നെ പരസ്യ വരുമാനത്തിൽ പല ട്രഡീഷണൽ മീഡിയയ്ക്ക് കൊടുക്കുന്ന പൈസ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിനാണ് ബ്രാൻഡുകൾ കൊടുക്കുന്നത്. അല്ല, എന്തൊരു സൈക്കോളജിക്കൽ പ്രിൻസിപ്പിളാണ് അവിടെ വർക്ക് ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ? ഫസ്റ്റ് ഓഫ് ഓൾ, സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എൻഗേജ്മെൻറ്റാണ്. ഈ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്തത് വ്യക്തികളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഇവർ ഫേസ്ബുക്ക് തന്നെ പണ്ട് പറയും ഞങ്ങൾ വ്യക്തികളെ കണക്ട് ചെയ്യുകയാണെന്ന്. പക്ഷേ ഇപ്പോൾ ഫേസ്ബുക്ക് വ്യക്തികളെ കണക്ട് ചെയ്യല്ല. ഫേസ്ബുക്ക് ഇപ്പോൾ ഈവൻറ്റുകളെയും എൻഗേജ്മെൻ്റ് ഉണ്ടാകുന്ന കണ്ടൻറ്റുകളെയും ഡിസ്കവർ ചെയ്യാൻ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ട് അതിനെ കണക്ട് ചെയ്യണം. എല്ലാ പ്ലാറ്റ്ഫോമുകളും അങ്ങനെ. ഇൻസ്റ്റാഗ്രാം ഒരു ഡിസ്കവറി എഞ്ചിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ഡിസ്കവർ ചെയ്യപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് നടക്കുന്നതല്ലേ. അപ്പോൾ നിങ്ങൾ സ്റ്റോറി പറയുമ്പോൾ നിങ്ങൾ ഡിസ്കവർ ആകാൻ വേണ്ടിയുള്ള ഒരു ഫാക്ടർ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ നിങ്ങളെ കണ്ടെത്തും അല്ലേ. അപ്പോൾ അതൊരു വലിയ അഡ്വാൻറ്റേജാണ്. ഒരു വലിയ അഡ്വാൻറ്റേജാണ്. നിങ്ങൾക്ക് ആൾക്കാരോട് സംവേദിക്കാൻ ഒരു ചാൻസ് കിട്ടുകയും നിങ്ങൾ വളരെ എൻഗേജിങ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കും എന്ന് പറയുകയാണെങ്കിൽ എല്ലാ ആളുകളും നിങ്ങളുടെ ബ്രാൻഡിനെ ശ്രദ്ധിക്കും. ആ ഒരു റീച്ച് പണ്ട് ട്രഡീഷണൽ മീഡിയകൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. യു ക്യാൻ ഡു ദാറ്റ് ഇൻസൈഡ് യുവർ ഓഫീസ്, റൈറ്റ്? യു ക്യാൻ ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. അതെ, നറേറ്റീവ് മുന്നോട്ട് കൊണ്ടുപോവുക, എൻഗേജ്മെൻ്റ് ഉണ്ടാക്കുക അല്ലേ, അതൊരു വലിയ കാര്യമാണ്. അല്ല, അത് ഈ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഈ സത്യത്തെയും ആളുകളുടെ അഭിപ്രായത്തെയും തമ്മിൽ എന്താണ് ആ അൽഗോരിതം, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സത്യത്തെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനസ്സിലാക്കാൻ സോഷ്യൽ മീഡിയയ്ക്ക് ഒരിക്കലും പറ്റില്ല. സത്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ഐഡിയ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. അത് സത്യമാണോ പ്രചരിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ധർമ്മമാണ്. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ യു. പക്ഷെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റും. അല്ല സത്യം ഫൈൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം. അൽഗോരിതം എങ്ങനെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്? ഇത് തിരിച്ചറിഞ്ഞിട്ടാണ്? അല്ല, അൽഗോരിതം സത്യമല്ല തിരിച്ചറിയുന്നത്. അൽഗോരിതം തിരിച്ചറിയുന്ന ആളുകൾക്ക് എന്ത് വേണം എന്നുള്ളതാണ്. അൽഗോരിതം ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ ആഗ്രഹം എന്തുവാ? ആളുകൾ കഴിയുന്നത്ര ആ പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കണമെന്നാണ് ആഗ്രഹം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ആഗ്രഹം ജീവിതകാലം മൊത്തം അയാൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ്. അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊരു മനുഷ്യൻ കണ്ണെടുക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലക്ഷ്യം അല്ല അതിൻ്റെ ഒരു സെൽഫിഷ്നെസ് ഇൻസ്റ്റാഗ്രാമിൽ ആൾക്കാരെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് അങ്ങനെ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണിക്കുന്ന കണ്ടൻറ്റ് ഇൻസ്റ്റാഗ്രാമിൽ നിൽക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിൽക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന കണ്ടൻറ്റ് മാത്രമേ ഇൻസ്റ്റാഗ്രാം പ്രോത്സാഹിപ്പിക്കത്തുള്ളൂ. അല്ല, അപ്പം അവിടെയാണ് ബാലൻസ് വരുന്നത്. അപ്പം കണ്ടൻറ് ഉണ്ടാക്കുന്ന ആളുകൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഈ ഡിസയറും സെൽഫിഷ്നെസ്സും മനസ്സിലാക്കി അവരുടെ സെൽഫിഷ്നെസ് അതുമായിട്ട് മെർജ് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന് സന്തോഷവും കാണുന്ന കാഴ്ചക്കാർക്ക് സന്തോഷവും. അപ്പോൾ ഓരോ പ്ലാറ്റ്ഫോമിനും അവരുടെ ആ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടുള്ള ഉറപ്പായിരിക്കണം നമ്മൾ. അതെ, ഇൻട്രസ്റ്റുകൾക്കാണ് ഇമ്പോർട്ടൻറ്റ്, സത്യത്തിനല്ല. അപ്പം മിസ്ബ ചോദിച്ച ചോദ്യത്തിന് സത്യം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതല്ല സോഷ്യൽ മീഡിയ, കണ്ടൻറ്റുകൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മാധ്യമമാണ്. അത് സത്യമാണോ പ്രചരിപ്പിക്കുന്നത് കള്ളമാണോ പ്രചരിപ്പിക്കുന്നത് ഒരു വലിയ ക്വസ്റ്റ്യനാണ്. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ whom you ask the question, അല്ലേ? ഈ പേഴ്സണൽ ബ്രാൻഡിങ് പെർസെപ്ഷൻ അതെങ്ങനെയാണ് ഡിജിറ്റലി മാനേജ് ചെയ്യാൻ പറ്റുക? പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ പറ്റി ചോദിക്കുന്ന ചോദ്യത്തിന് ശരിക്കും കേരളത്തിൽ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം വരുന്ന തലമുറയ്ക്ക് ഒരു ബ്രാൻഡിങ് സ്റ്റഡി തന്നെയായിരിക്കും അദ്ദേഹം. ഇപ്പം ഞാൻ ഇപ്പം അദ്ദേഹത്തിൻ്റെ ജ്വല്ലറി ഒരു മൾട്ടിനാഷണൽ ഏജൻസി ആയിരുന്നു ഏൽപ്പിച്ചതെന്നെങ്കിൽ ഒരു മൾട്ടിനാഷണൽ ഏജൻസി ഒരിക്കലും അത് സജസ്റ്റ് ചെയ്യത്തില്ല.
അതൊരു ഡിഫിക്കൽട്ട് വാക്കാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വാക്കല്ല അദ്ദേഹം ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന് റിസൾട്ടുള്ളത് കൂടെ കൊണ്ടാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ബോബി ചെമ്മണ്ണൂരിനെ പബ്ലിക്കലി ആൾക്കാർ കാണുന്ന ആ പേഴ്സണാലിറ്റി ആയിരിക്കില്ല അദ്ദേഹം റിയലി പബ്ലിക്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആൾക്കാർക്ക് എന്താണ് വേണ്ടത് എന്ന് ബോബി ചെമ്മണ്ണൂരിന് അറിയാം. അതൊരു വലിയ നോളജാണ്, അത് നല്ല മാർക്കറ്റാണ്. അതിനനുസരിച്ച് അദ്ദേഹം ആക്ട് ചെയ്യുക. എൻ്റെ വിചാരം ശരിയാണെങ്കിൽ കേരളത്തിൽ സ്വർണത്തിന് പരസ്യം ചെയ്യാതെ വളരെ കുറച്ച് പരസ്യം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിങ്ങിൽ കൂടി ഏറ്റവും ചിലവ് കുറച്ച് കടയിൽ ആളെ കയറ്റുന്ന ആൾ ബോബി ചെമ്മണ്ണൂർ തന്നെയായിരിക്കും. കാരണം അദ്ദേഹം ചെയ്യുന്ന ആക്ടിവിറ്റീസ് അദ്ദേഹത്തിൻ്റെ സെയിൽസിനെ എഫക്റ്റ് ചെയ്തിരുന്നെങ്കിൽ, നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ദാറ്റ് മീൻസ് ദാറ്റ്സ് ഗിവിങ് ഹിം പോസിറ്റീവ് വൈബ് അല്ലേ. ഫുഡ് ഫോൾസ് കൂടുന്നുണ്ട്, നമ്മൾ വിചാരിക്കും ആൾക്കാർ കയറിയില്ല കയറില്ല. നോ, അതർവൈസ് ഹീസ് എ ബിസിനസ് മാൻ പ്രൈമറിലി അല്ലേ. സോ പേഴ്സണൽ ബ്രാൻഡിങ് ഡിജിറ്റൽ സ്പേസിൽ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒരു നല്ലൊരു എക്സാമ്പിൾ ബോബി. അതുപോലത്തെ പല എക്സാമ്പിളുണ്ട്, പക്ഷെ നമുക്ക് ഐഡിയലായിട്ട് മനസ്സിലാക്കാന്ന്. പക്ഷേ നമുക്ക് അദ്ദേഹം ചെയ്യുന്ന രീതിയോട് ചിലപ്പോൾ താല്പര്യം ഉണ്ടാകത്തില്ല, പക്ഷേ ദാറ്റ് വർക്ക്സ് ഫോർ ഹിം. കറക്റ്റ്. ദാറ്റ് വർക്ക്സ്, മേ ബി ദാറ്റ് മേ നോട്ട് വർക്ക് ഫോർ സം അതർ ബ്രാൻഡ്, റൈറ്റ്? സോ ഓരോരുത്തർക്കും ഓരോ വഴിയുണ്ട് അല്ലേ. എന്ന വഴി എന്നെ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവർ കണ്ടെത്തണം. ഞാൻ നേരത്തെ പറഞ്ഞത് സത്യം പ്രചരിപ്പിക്കുകയല്ല സോഷ്യൽ മീഡിയയുടെ ധർമ്മം, എൻഗേജ്ഡ് ആക്കിയിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂറിന് പേഴ്സണൽ ബ്രാൻഡിങ് വഴി ഡിജിറ്റൽ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ആൾക്കാരെ എൻഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് അദ്ദേഹത്തിന് ബിസിനസ് കൊണ്ടുവരുന്നുണ്ട്. ദാറ്റ്സ് ദി വൺ സിംഗിൾ ആൻസർ. ഓക്കെ. ഒരു ക്രൈസിസ് ടൈമിൽ എങ്ങനെയാണ് ഒരു ബ്രാൻഡിന് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റുക? ക്രൈസിസ് ടൈമിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് വളരെ കെയർഫുള്ളായിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ, പല സമയത്തും സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്നത്, അതിനു മുമ്പ് സോഷ്യൽ മീഡിയ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കൂടെ ഞാൻ പറയാം. നമ്മൾ ഒരു കണ്ടൻറ്റ് നമ്മളിൽ ഏതെങ്കിലും ഒരു മാനുഷിക വികാരം ഉണർത്തണം. ഇപ്പം ഞാൻ കാണുന്ന ഒരു കണ്ടൻറ്റ് എൻഗേജ്മെൻ്റ് ഉണ്ടാക്കാൻ എനിക്ക് ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഈ ഓരോ ഇതിനും ഓരോ വാല്യൂവാണ്. ഓരോ വാല്യൂ, ഏറ്റവും കൂടുതൽ വാല്യൂ കിട്ടുന്നത് ഷെയറിനാണ്, പിന്നെ കിട്ടുന്നത് കമൻറ്റിനാണ്. ഏറ്റവും കൂടുതൽ വാല്യൂ കമൻറ്റ്, ബിക്കോസ് നിങ്ങൾ സമയം എടുത്ത് കമൻറ്റ് ചെയ്യുന്നതിന് പെർട്ടിക്കുലർ വാല്യൂ. ഏറ്റവും കുറച്ചാണ് ഈ ലൈക്കിനൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ ആൾക്കാരിങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണുന്ന കണ്ടൻറ്റ് എൻ്റെ മേളിലൊരു ഇമോഷൻ ഉണ്ടാക്കണം. ഇമോഷൻ ഉണ്ടാകുമ്പോഴാണ് റിയാക്ഷൻ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ റിയാക്ഷൻ ഉണ്ടാക്കുന്ന കണ്ടൻറ്റാണ് ഏറ്റവും നല്ല കണ്ടൻറ്റ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ റിയാക്ഷൻ എപ്പോഴും നല്ല റിയാക്ഷൻസ് ആകണമെന്നില്ല. അത് തന്നെ ഒരുപാട് ഡിബേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് സൈക്കോളജിസ്റ്റുകൾക്കെതിരെ. കാരണം പണ്ട് ഞാൻ ആദിമ മനുഷ്യനായിരുന്ന സമയത്ത് ഗുഹയിൽ താമസിച്ചിരുന്ന സമയത്ത് ഞാൻ വേട്ടയാടാൻ വേണ്ടി പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു കടുവയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാവുക അല്ലേ. അയ്യോ എൻ്റെ കടുവിനെ ആക്രമിക്കുമോ, അപ്പോൾ കടുവിൽ നിന്ന് ഓടി മാറും. അപ്പോൾ വികാരങ്ങൾ പണ്ടുണ്ടായിക്കൊണ്ടിരുന്നത്, ഒരു ദിവസം ഉണ്ടായിക്കൊണ്ടിരുന്നത് 2 or 3 പല ടൈപ്പ് വികാരം. ഈ സോഷ്യൽ മീഡിയ ഒരു 5 മിനിറ്റിൽ നമുക്കൊരു 10-20 വികാരങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കൊരു ഫെറ്റീഗ് ഉണ്ടാകും, ഇമോഷണൽ ഫെറ്റീഗ് ഉണ്ട്. അത് ജെൻസിയെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനുണ്ടാകുന്ന ഏതെങ്കിലും വികാരം ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കാൻ പറ്റണം, സോ ദാറ്റ് ഹീ മേക്സ് എ ഡിസിഷൻ ടു ഡു സംതിങ്, റിയാക്ട്, ആക്ട് ഓൺ ദാറ്റ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇമോഷൻ, മനുഷ്യ ഇമോഷൻസ് ഇവോക്ക് ചെയ്തിട്ടാണ്. അതെ. ഇന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സ്റ്റോറി ടെല്ലിങ്ങിനെ കുറിച്ച്. ഈ സ്റ്റോറി ടെല്ലിങ് എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കേണ്ടത്? സോഷ്യൽ മീഡിയയിൽ സ്റ്റോറി ടെല്ലിങ് മാത്രമേ ലോങ് ടേമിൽ നിലനിൽക്കത്തുള്ളൂ. നമ്മൾ സോഷ്യൽ മീഡിയ തുടങ്ങുന്ന സമയത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ടൂറിസം ഇൻഡസ്ട്രി എടുത്തെന്ന് വെച്ചോ, അവരാദ്യമേ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ആദ്യമേ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ഇതിൻ്റെ പാക്കേജുകളുണ്ട്, വിയറ്റ്നാം പാക്കേജുകൾ സ്റ്റാർട്ടിങ് ഫ്രം 14,999 എന്ന് പറഞ്ഞൊരു സാധാരണ ക്രിയേറ്റീവ് പോസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് അവർ ചെയ്തിരുന്നത് അല്ലേ. പക്ഷേ അത് വർക്ക് ചെയ്തപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തു, ആൾക്കാർ വീഡിയോ ഉണ്ടാക്കി, വിയറ്റ്നാമിൽ പോയിട്ട് വിയറ്റ്നാമിലെ ആൾക്കാരോട്ട് സംബന്ധിക്കുന്നു, അവിടുത്തെ മാർക്കറ്റ് കാണിക്കുന്നു, അവിടുത്തെ അത്ഭുതകരമായ കാഴ്ചകൾ കാണിക്കുന്നു അല്ലേ. ഇപ്പോൾ അതും വർക്ക് ചെയ്യത്തില്ല. എന്നും വർക്ക് ചെയ്യുന്ന ഒരു കാര്യമേ ഉള്ളൂ, എന്ന് വെച്ചാൽ അവർ വിയറ്റ്നാമിൽ പോയിട്ട് അവിടെ ഒരു സ്റ്റോറിയാണ് സംഭവിക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് എതിരെ വരുന്ന മോട്ടോർ സൈക്കിളിൽ വരുന്ന ഒരു പെൺകുട്ടി നിങ്ങളുടെ മോട്ടോർ സൈക്കിളിൽ വന്ന് ഇരിക്കുന്നു. അത് സ്റ്റേജ്ഡ് ആകാം, ബട്ട് ദർ ഇസ് എ സ്റ്റോറി ബിഹൈൻഡ് ഇറ്റ് അല്ലേ. അപ്പോൾ അവരുമായിട്ട് എൻഗേജ് ചെയ്യും, അവർ വഴക്കിടത്തില്ല. അവരുടെ ഹസ്ബൻഡ് അപ്പോൾ സൈഡിൽ കൂടെ വരുമ്പോൾ അവർ കയറും, അവർ നമ്മുടെ വീട്ടിലോ അവരുടെ വീട്ടിലോട്ട് വിളിക്കുന്നു അല്ലേ. അവർ ഇന്ത്യക്കാരെ കുറിച്ച് സംസാരിക്കുന്നു, പോസിറ്റീവായിട്ട് സംസാരിക്കുന്നു. അതൊരു സ്റ്റോറിയാണ്. എപ്പോഴും സ്റ്റോറിയാണ് നിലനിൽക്കുന്നത്. നമ്മൾ അഡ്വർടൈസിങ്ങിൽ ഒരു പറച്ചിലുണ്ട്, കാറ്റ് സാറ്റ് ഓൺ എ മാറ്റ് ഇസ് നോട്ട് എ സ്റ്റോറി, എ കാറ്റ് സാറ്റ് ഓൺ എ ഡോഗ്സ് മാറ്റ്
ഇസ് എ സ്റ്റോറി. കാരണം പട്ടി വരുന്നു, പട്ടി കാണുന്നു, എൻ്റെ മാറ്റിൽ പൂച്ച കിടക്കുന്നു, ബഹളമാകുന്നു, കടിപിടിയാകുന്നു. അപ്പം ആ ഡോഗ്സ് മാറ്റ് എന്നുള്ള കഥ സ്റ്റോറി വരുത്താൻ പറ്റണം. അങ്ങനെ വരുത്തിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിജയിച്ച് നിൽക്കുന്നത്. എല്ലാവർക്കും സ്റ്റോറി ഉണ്ട് അല്ലേ? ഷോർട്ട് വീഡിയോസ് എങ്ങനെയാണ് ഈ പെർസെപ്ഷൻ മാനേജ്മെൻറ്റിനെ സ്വാധീനിക്കുന്നത്? സോഷ്യൽ മീഡിയ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെടേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതായ ഒരു കാര്യം, എല്ലാ മാർക്കറ്റിംഗ് മാനേജറും എല്ലാ അഡ്വർടൈസിങ് മാനേജറും കമ്പനിയിൽ ഇരുന്ന് സംസാരിക്കേണ്ട കാര്യമാണ്. കാരണം ഈ ഷോർട്ട് വീഡിയോയ്ക്ക് ഒരു അഡ്വാൻറ്റേജ്, ഷോർട്ട് വീഡിയോ ഇമോഷൻസിന് ട്രിഗർ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമോഷൻസിനെ ട്രിഗർ ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ ആക്ഷൻ എടുക്കുന്നത്. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ടിക്ടോക്കിന് നമ്മൾ ദേഷ്യപ്പെടുകയാണോ, സങ്കടപ്പെടുകയാണോ, വൈരാഗ്യം ഉണ്ടാകണോ, നമ്മൊരു കണ്ടൻറ്റ് കണ്ടിട്ട് നമുക്ക് വെറുപ്പാണോ ഉണ്ടാകുന്നതെന്ന് അറിയാം. അതനുസരിച്ചാണ് അത് അടുത്ത വീഡിയോ നിശ്ചയിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ നമുക്ക് വേണ്ടി, നമ്മുടെ കമ്പനിക്ക് ഒരു ബ്രാൻഡിന് വേണ്ടി ഒരു ഷോർട്ട് ഫോം വീഡിയോ അല്ലെ വെർട്ടിക്കൽ വീഡിയോ അല്ലെ റീല് സ്റ്റോറി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആൾക്കാരുടെ റെസ്പോൺസസ് പെട്ടെന്ന് എൻഗേജ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതുമാത്രമല്ല, അതിനനുസരിച്ച് അടുത്ത വീഡിയോ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഈ ഷോർട്ട് ഫോം വീഡിയോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഒരു ഡിസ്കവറി എഞ്ചിനാണ്. ഈ ഡിസ്കവറി എഞ്ചിനിൽ നമ്മൾ കണ്ടൻറ്റ് ആൾക്കാർ ഡിസ്കവർ ചെയ്ത് പോവുക. ലോങ് വീഡിയോ കണ്ടിരിക്കത്തില്ല ആൾക്കാർ. പെട്ടെന്ന് കാണുന്ന ആദ്യത്തെ 4 സെക്കൻഡിനകം എന്ത് വീഡിയോ ആയിരിക്കും ഇതെന്ന് കാണുന്നതെന്ന് തീരുമാനിച്ചിട്ട് അതിൽ സ്റ്റേ ചെയ്ത് അതിനോട് എൻഗേജ് ചെയ്ത് മുന്നോട്ട് പോവുക. അതുകൊണ്ട് ഷോർട്ട് ഫോം വീഡിയോയ്ക്ക് വേറൊരു വാക്കുണ്ട്. ആ വാക്കാണ് കൺസ്യൂമബിൾ വീഡിയോ. ഫുഡ് കഴിക്കുന്ന പോലെ ഈ വീഡിയോസ് കൺസ്യൂം ചെയ്യുക. സോ അതിൻ്റെ റിയൽ വാക്ക് എന്ന് പറയുകയാണെങ്കിൽ ഈ കൺസ്യൂമബിൾ വീഡിയോസ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അതിൽ പേര് തന്നെയുണ്ട്. ബിക്കോസ് പീപ്പിൾ ആർ കൺസ്യൂമിങ് യുവർ കണ്ടൻറ്റ്. സോ ഒരു ഭക്ഷണം കഴിച്ചാൽ അവൻ്റെ ആരോഗ്യം എങ്ങനെ മാത്രം വ്യത്യാസപ്പെടും പോലെ തന്നെ ഈ വീഡിയോ കഴിച്ചാൽ അവൻ്റെ ബ്രെയിനിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഷോർട്ട് ഫോം വീഡിയോസ് ചുരുക്കി പറയാനുള്ള മിസ്ബേഡ് ചോദ്യത്തിന് ചുരുക്കി പറയുകയാണെങ്കിൽ ഷോർട്ട് ഫോം വീഡിയോസ് വെച്ച് ആൾക്കാരെ അവരുടെ മനസ്സ് നമുക്ക് കീഴടക്കാൻ പറ്റും. അത് സത്യമാണ്. പണ്ടൊരു കാര്യം പറയുന്നു, യു കനോട്ട് ഫൂൾ ഓൾ ദ പീപ്പിൾ ഓൾ ദ ടൈം എന്ന്. ദാറ്റ്സ് എ റോങ് തിങ്. ഈ പുതിയ കാലത്ത് യു ക്യാൻ ഫൂൾ ഓൾ ദ പീപ്പിൾ ഓൾ ദ ടൈം provided if you have a very good content creator and if you have very good advertising budget, social media budget, you can do that with short form videos, with consumer videos, because people are consuming it. ഈ ഒരു ടാക്ടിക്സ് ആണോ നമ്മുടെ പൊളിറ്റീഷ്യൻസ് ഒക്കെ ഉപയോഗിക്കുന്നത്? ഉറപ്പായിട്ടും എല്ലാ പൊളിറ്റീഷ്യൻസിൻ്റെ അഡ്വാൻറ്റേജ്, പൊളിറ്റീഷ്യൻസ് ഈ അഭിപ്രായ രൂപീകരണം അല്ലെങ്കിൽ പ്രതിച്ഛായ രൂപീകരണം എന്നുള്ള വാക്ക് അവർക്ക് മുമ്പേ അറിയാം. പെർസെപ്ഷൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പെർസെപ്ഷൻ അലൈൻമെൻറ്റ് ഈസ് ആക്ച്വലി പ്രതിച്ഛായ രൂപീകരണം. ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇവർ അതിനെപ്പറ്റി അറിയാം. അവരതുകൊണ്ടാണ് വെള്ള ഡ്രസ്സ് ഇടുന്നത്. വെള്ള ഡ്രസ്സ് ഒരു സിഗ്നലിംഗ് ഔട്ടാണ്. വെൻ യു സീ ഇറ്റ്, അവർ അതുകൊണ്ടാണ് ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പാൻസ് ഇടാത്ത ഒരു നോർമൽ പൊളിറ്റീഷ്യനെ കാണുന്നത്. എല്ലാവരും മുണ്ടെടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ അവരെന്താ വെച്ചാൽ അവർക്കറിയാം എങ്ങനത്തെ ഒരു ഇമേജാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന്. അവരങ്ങനെയാണ് സംസാരിക്കുന്നത്. അവരുടെ വാക്കുകൾ പോലും അങ്ങനെയാണ് അല്ലേ? അപ്പം അവർ വീട്ടിലോട്ട് ചെന്ന് ആൾക്കാരുടെ പേര് വിളിക്കുമ്പോൾ എങ്ങനെ ഒരാളുടെ പേര് ഓർത്തിരിക്കേണ്ടതിനെക്കുറിച്ചും ആ വീട്ടുകാരുടെ കാര്യത്തിനെക്കുറിച്ച് മറ്റേ മകൻ ബാംഗ്ലൂരിൽ നിന്ന് ജോലി കഴിഞ്ഞ് വന്നായിരുന്നു എന്ന് അവൻ ചോദിക്കും. കാരണം അങ്ങനെ ചോദിക്കുമ്പോൾ അയാളെപ്പറ്റി ഒരു പോസിറ്റീവ് പ്രതിച്ഛായ നമ്മുടെ വീട്ടിലുണ്ടാകുമെന്നും അത് അൾട്ടിമേറ്റ്ലി അയാൾക്ക് ബെനിഫിറ്റ് ആകുമെന്നും പുള്ളിക്കറിയാം. ശരിക്കും ബ്രാൻഡുകൾ പഠിക്കാനുള്ള രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ബ്രാൻഡുകളിൽ നിന്ന് രാഷ്ട്രീയക്കാർ വളരെ മുന്നേ പഠിച്ച് അവരെല്ലാം തന്നെ അവരറിയാതെ അത് പ്രാവർത്തികമാക്കുന്നുണ്ട്, വിജയിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ജയിച്ചാലേ ഇലക്ഷനിൽ വിജയിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് പ്രതിച്ഛായ രൂപീകരണത്തിൻ്റെ ഇമ്പോർട്ടൻസ് സംശയമുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരെ നോക്കിയാൽ മതി. അവരത് ഉപയോഗിച്ച് വിജയിക്കുന്നുണ്ടെങ്കിൽ ഏത് ബ്രാൻഡ്സ് എനിവൺ ക്യാൻ, പേഴ്സണൽ ബ്രാൻഡിങ്ങിലും വിജയിക്കാം, ബ്രാൻഡ്സ് ക്യാൻ യൂസ് ഇറ്റ് ടു വിൻ അല്ലേ? ഉറപ്പായിട്ടും. അതുപോലെ ഈ ഇൻഫ്ലുവൻസേഴ്സും തോട്ട് ലീഡേഴ്സും എങ്ങനെയാണ് ഈ പെർസെപ്ഷൻ മാനേജ്മെൻറ്റ് രൂപീകരിക്കുന്നതിൽ അവരുടെ പങ്കെന്താണ്? ഈ തോട്ട് ലീഡേഴ്സും ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഇൻഫ്ലുവൻസേഴ്സിലോട്ട് പോകാതെ വേറൊരു വാക്ക് ഞാൻ പറയാൻ പറ്റും. കേരളത്തിനവിടെ മൈത്രേയൻ. ഇപ്പോൾ മൈത്രേയനെ സംബന്ധിച്ചോളം മൈത്രേയൻ ആരുടെയും ശരി ബുക്കിൽ വരേണ്ട കാര്യമില്ല. കാരണം നമ്മൾ എല്ലാ വ്യക്തികൾക്കും ആരുടെയെങ്കിലും ശരി ബുക്കിൽ വരണം. ആൾക്കാർ എന്നെ പറ്റി കരുതും, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ വീട്ടുകാരെന്നെ എന്ത് കരുതും, എൻ്റെ മക്കൾ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ സ്കൂളിൽ എന്ത് കരുതും. മൈത്രേയൻ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു മനുഷ്യന് ഒരുപാട് ചേഞ്ചസ് വരുത്താൻ പറ്റും അയാളുടെ അഭിപ്രായങ്ങളിൽ കൂടെ. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിന് സമൂഹത്തിൽ എന്താണ് പങ്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ മൈത്രേയൻ ചെയ്ത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വേറെ കാര്യം. മൈത്രേയൻ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ യോജിക്കാത്തതുണ്ടാവും. അത് കാണുന്ന ആൾക്കാർക്കും യോജിക്കുകയോ യോജിക്കാതിരിക്കുകയോ ചെയ്യാം, പേഴ്സൺ ടു പേഴ്സൺ. പക്ഷേ സമൂഹത്തിൽ കൊണ്ടുവരുന്ന ചേഞ്ച് വരുത്താം. കാരണം ഒരിക്കലും നോർമലി ആളുകൾ ചിന്തിക്കാത്ത രീതിയിൽ അങ്ങനൊരു പോയിന്റ് ഉണ്ടെന്ന് മൈത്രേയന് ധൈര്യപൂർവ്വം വിളിച്ചു പറയാൻ പറ്റും.
ഇതിന് ഒരുപാട് റീച്ച് കൊണ്ട്. സി, റൈറ്റ് ടു സ്പീച്ച് ഇസ് ഡിഫറെൻറ്റ് ഫ്രം റൈറ്റ് ടു റീച്ച്. മൈത്രേയിന് രണ്ടുമുണ്ട്. അപ്പോൾ രണ്ടുമുള്ള ആൾ ഇറ്റ്സ് ഇൻവിൻസിബിൾ, ലൈക്ക് യു കനോട്ട് സ്റ്റോപ്പ് ദം, റൈറ്റ്? സോ ഒരു സമൂഹത്തിൽ പണ്ട് മാറ്റങ്ങൾ, സോക്രട്ടീസ് ഒക്കെ എങ്ങനെയാണ് മാറ്റം വരുത്തിയ? സോക്രട്ടീസ് നിൽക്കുമ്പോൾ ചുറ്റും ആൾ വന്ന് കൂടെ നിൽക്കുന്ന അത്രയും പേർക്കാണ് സോക്രട്ടീസ് പറയുന്നത് ഡയറക്റ്റ്ലി കേൾക്കാൻ പറ്റുക. പിന്നെ ഇവരിങ്ങനെ പോയി പറയുന്നത് സോക്രട്ടീസ് അങ്ങനെ പറഞ്ഞായിരുന്നു എന്ന്. ഇപ്പം അങ്ങനെയല്ല, മൈത്രേയനെ ആർക്കും 24 hours നേരിട്ട് കേൾക്കാം. അപ്പോൾ ഒരു സോഷ്യൽ റിഫോമറിനെ സംബന്ധിച്ചിടത്തോളം ഈ ടൂൾ ഭയങ്കര പവർഫുള്ളാണ്. അവരാണ് ഇൻഫ്ലുവൻസേഴ്സ്. നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് വിളിക്കുന്ന എല്ലാവരും തന്നെ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആണോന്നില്ലല്ലോ. പക്ഷേ ആ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇൻഫ്ലുവൻസേഴ്സിനും തോട്ട് ലീഡേഴ്സിനും, മൈക്രോൺ തോട്ട് ലീഡറാണ് ചെയ്യുന്നത്, ഒരുപാട് പോസിബിലിറ്റീസാണ്. അങ്ങനെ ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ഇതിൻ്റെ അത് പറയുമ്പോൾ കൂടെ പറയണം. പക്ഷേ ഈ എക്സാമ്പിൾ പറയുമ്പോൾ എനിക്ക് പേര് പറയാൻ പറ്റത്തില്ല, നെഗറ്റീവ് എക്സാമ്പിൾ. ഇതുപോലെ കുറേ മണ്ടന്മാർ നശിപ്പിക്കുന്നുണ്ട് സൊസൈറ്റിയാണ്. കാരണം ഈ മണ്ടന്മാരെ കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കുന്ന ഇയാൾ പറയുന്ന സത്യമാണെന്നാണ്. ഞാനൊരു വളരെ ഫേമസ് ആയാളുടെ വീഡിയോ കണ്ടായിരുന്നു, പേര് പറയാൻ നിവർത്തിയില്ല. പുള്ളി പറയുന്ന പച്ചക്കറി കഴിക്കുന്നതിന് മുമ്പ് സോപ്പിട്ട് കഴുകി കഴിക്കണമെന്നാണ്. ആ വീഡിയോയ്ക്ക് എന്തോ മില്യൺ റീച്ചുണ്ട്. എന്ത് തെറ്റാണ് പഠിപ്പിക്കുന്നത്? അങ്ങനെ ഒരുപാട് പേര് തെറ്റായ ധാരണകൾ, സയൻറ്റിഫിക്കറ്റ് അല്ലാത്തതും സമൂഹത്തിന് നിരക്കാത്തതുമായിട്ടുള്ള ഒരുപാട് കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. മിസ്ബ, ഏറ്റവും വലിയ പ്രശ്നം വരാൻ പോകുന്ന കാലത്ത് സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ ആൾക്കാർക്ക് ഡിഫിക്കൽട്ടായിരിക്കും. കാരണം എല്ലാവരും സത്യം എന്ന രീതിയിലാണ് ഓതൻറ്റിക്കായിട്ട് കള്ളങ്ങൾ പറയുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് സ്വന്തമായിട്ട് ട്രൂത്ത് കണ്ടെത്താൻ കഴിവില്ലാത്തത് കൊണ്ട് ട്രൂത്ത് എന്താണ് കണ്ടെത്തുന്നതെന്നും മനസ്സിലാക്കേണ്ടതും കാണുന്നവരുടെ വ്യക്തിപരമായ കടമയായി പോകും. പക്ഷേ പീപ്പിൾ ആർ വെരി ബാഡ് ഇൻ ഫൈൻഡിങ് ട്രൂത്ത്. സോ ദാറ്റ്സ് ഗോയിങ് ടു ബി എ ബിഗ് പ്രോബ്ലം. കാരണം ദർ ഇസ് നോ ഫിൽറ്റർ. അതൊരു വലിയ പ്രോബ്ലമാണ്. ഓക്കെ. ഈ പൊതുവിൽ ആളുകൾ അല്ലെങ്കിൽ ബ്രാൻഡുകൾ സോഷ്യൽ മീഡിയയിൽ വരുത്തുന്ന തെറ്റുകൾ അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് മണ്ടത്തരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ പലപ്പോഴും മണ്ടത്തരം, ഈ സോഷ്യൽ മീഡിയ ഒരു തിങ്ങെന്ന് പറയുകയാണെങ്കിൽ ഇന്ന് കാണിക്കുന്ന മണ്ടത്തരം നാളെ മണ്ടത്തരമാകണമെന്നില്ല. പല സമയത്തും ക്രൈസിസ് മാനേജ്മെൻറ്റ് പൂർണ്ണമായിട്ട് സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റുകൾക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളൊരു കറക്റ്റായിട്ടുള്ള മുമ്പത്തെ ഒരു കേസ് സ്റ്റഡി അനുസരിച്ച് അതാണ് ശരിയെന്ന് കരുതി നമ്മൾ ഒരു സിമിലർ കാര്യത്തിലൊരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അത് ബാക്ക് ഫയർ ചെയ്തിരിക്കും. കാരണം അഭിപ്രായ രൂപീകരണം ഏത് ഡയറക്ഷനിൽ പോകുന്നത് കയോസ് തിയറിയുടെ ബേസ്, നമ്മുടെ ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെ നമ്മൾ സെയിം ഉത്തരം സെയിം കോണ്ടസ്റ്റിൽ കൊടുത്താൽ പോലും പണ്ടുണ്ടാക്കിയ റിസൾട്ടല്ല ഇപ്പോൾ ഉണ്ടാക്കുക. കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ക്രൈസിസ് മാനേജ്മെൻറ്റ് ഓരോ സിറ്റുവേഷനും അനുസരിച്ച് കറക്റ്റ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ. അത് മെയിൻ ടൂള് ഒരു ഉറപ്പായിട്ടും ഷോർട്ട് ഫോം വീഡിയോ ആണ്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ നമുക്ക് ഷോർട്ട് ഫോം വീഡിയോ കൊണ്ട് പറ്റും. ഇപ്പോൾ AI കാലത്ത് നമുക്ക് കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അത് എന്തുമാത്രം എത്തിക്കലി കറക്റ്റാണെന്നൊന്നും ഒരു ഡിബേറ്റാണ്, ബട്ട് ഇറ്റ്സ് പോസിബിൾ. അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, സോഷ്യൽ മീഡിയയിൽ പല കമ്പനികളും യൂസ് ചെയ്യാത്തൊരു സർവീസാണ് ലിസണിങ് സർവീസസ്. ഇപ്പോൾ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്, വില കൂടിയ സോഫ്റ്റ്വെയർസ് ഉണ്ട് നമുക്ക് പബ്ലിക് സെൻറ്റിമെൻറ്റ് അനാലിസിസ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും കമ്പനി ഒരു ബേബി ഫുഡ് ഒരു മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ ബേബി ഫുഡ് മാർക്കറ്റിൽ ഇറക്കാൻ വേണ്ടി അവിടുത്തെ സ്ത്രീകൾ എങ്ങനെയാണ് ബേബി ഫുഡിനെ കാണുന്നത് എന്നുള്ളൊരു ഒപ്പീനിയൻ എടുക്കാൻ പറ്റും. അവരെന്താണ് ഈ പെർസീവ് ചെയ്യുന്നത്. അപ്പോൾ അവർ നോക്കുകയാണ് അതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് കറക്റ്റല്ല. അപ്പോൾ അവിടുത്തെ സ്ത്രീകൾ, അവിടുത്തെ കുട്ടികളുള്ള സ്ത്രീകൾ ഈ പ്രോഡക്റ്റിന് ഒരു അമ്മയുടെ പാല് കൊടുക്കുന്നതാണെന്നല്ല, അല്ലെങ്കിൽ ബേബി ഫുഡിന് എതിരാണെന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റിൽ മാത്രം ഷോർട്ട് ഫോം വീഡിയോസും ഡിഫറെൻറ്റ് കണ്ടൻസും ഇറക്കിയിട്ട് അവരുടെ പെർസെപ്ഷനെ മാറ്റാൻ പറ്റുന്നുണ്ട്, കമ്പനികൾ മാറ്റുന്നുണ്ട്. അത് മാറ്റിയിട്ട് ഈ ലിസണിങ് ടൂൾസ് വെച്ച് വീണ്ടും ലിസൺ ചെയ്ത് നോക്കും, മാറിയോ ഇല്ലയോ എന്ന്. മാറിയെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റ് ഇറക്കും. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ക്രൈസിസ് സംഭവിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ക്രൈസിസ്, നമ്മൾ ആദ്യമേ ലിസൺ ചെയ്യും. ആ ലിസൺ ചെയ്തിട്ട് ഒരു ക്രൈസിസിൽ മെയിനായിട്ട് ഒരു 3-4 ക്രൈസിസ് നെറേറ്റീവ് ഉണ്ട്, ആൾക്കാരുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ കണ്ടൻറ് ഉണ്ടാക്കിയിട്ട് ചെയ്യും. ഇപ്പോൾ കേരളത്തിൽ എനിക്ക് പേര് പറയാൻ പറ്റത്തില്ല, പലതും കോടതിയുടെ കീഴേ വരുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ, സിനിമയായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് കേരളത്തിൽ. അതിലെല്ലാം തന്നെ ഈ പെർസെപ്ഷൻ മാനേജ്മെൻറ്റ് സർവീസുകൾ എല്ലാ പാർട്ടികളും യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം എന്ന് വെച്ചാൽ പബ്ലിക്കിന് സത്യം എന്താണെന്ന് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റത്തില്ല. ആ കാലം കഴിഞ്ഞു. ഇനി പബ്ലിക്കിന് 2 സൈഡുകളും ഒച്ചത്തിൽ കേൾക്കാമെന്നേ ഉള്ളൂ.
അഭിപ്രായം നിങ്ങളാണ് ഉണ്ടാക്കേണ്ടത്, തീരുമാനം നിങ്ങളാണ് എടുക്കുക. സത്യം ആരും നിങ്ങളോട് ഇനി പറയില്ല, നിങ്ങളായിട്ട് കണ്ടെത്തണം. കാരണം സത്യത്തിനും അസത്യത്തിനും ഇപ്പോൾ ഈക്വൽ വോളിയമാണ്. അൺഫോർച്ചുനേറ്റ്ലി കാൺ ഹെൽപ്പ് ഇറ്റ്. അതുകൊണ്ട് ക്രൈസിസ് മാനേജ്മെൻറ്റിൽ നിങ്ങൾ കഴിവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ടൂൾസൊക്കെ വെച്ച് അനലൈസ് ചെയ്തിട്ട് ആ ക്രൈസിസിനെതിരെ അത്രയും ഉച്ചത്തിലൊരു ശബ്ദം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത് ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയും നോർമലി. പക്ഷേ അത് ഓരോ കേസ് ടു കേസാണ്. അതുപോലെ ഈ ഇപ്പോൾ വെബ് ടൂവിൽ നിന്നും വെബ് 3 ആണ് ലോകം പോകുന്നത്. അതെ, ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ നിന്നും ഒരു ഡീസെൻട്രലൈസേഷൻ സിസ്റ്റത്തിലേക്ക് പോവുക. അതെ. ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെയുള്ള നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസാണ്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇതിങ്ങനെ തന്നെ നിലനിൽക്കുമോ അതോ പുതിയ പ്ലാറ്റ്ഫോമുകൾ വരുമോ അതോ എന്നും ഇതിൻ്റെ പ്രസക്തി ഇതേപോലെ തന്നെ നിലനിൽക്കുമോ? എന്താണ് അതിനെക്കുറിച്ച്? ഇവോൾവ് ചെയ്യും. പക്ഷേ സോഷ്യൽ മീഡിയ ഫീൽഡ് ഇവോൾവ് ചെയ്യാനുള്ള 2 സ്ട്രോങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന് ഗവൺമെൻറ് റെഗുലേഷൻസും, 2 AI-യുമാണ്. ഇപ്പോൾ AI എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് കമ്പനികൾ തന്നെ തീരുമാനിച്ചു. ഇന്ന് ഞാനൊരു റീസെൻ്റായിട്ട് ഞാനിപ്പോൾ വരുന്നതിന് മുമ്പ് ഒരു ന്യൂസ് കേട്ടു. ആപ്പിൾ AI-യിൽ വളരെ പിന്നിലായിരുന്നു. അപ്പോൾ ആപ്പിളും ഗൂഗിളും കൂടെ ഇത് ചെയ്തിട്ട് സിറിൻ്റെ ഇനി പവർ ചെയ്യുന്നത് ഗൂഗിളായിരിക്കും എന്ന് ആപ്പിൾ തീരുമാനം. ആപ്പിൾ ഒഫീഷ്യലായിട്ട് പറഞ്ഞു സിറി വിൽ ബി പവേർഡ് ബൈ ഗൂഗിൾ. അപ്പോൾ അതൊക്കെ വലിയ വലിയ ഡിസിഷൻസാണ്. അപ്പോൾ ഈ AI-യുടെ പിന്നിൽ വലിയ കമ്പനികളും ഗൂഗിൾ പോലത്തെ വലിയ കമ്പനികൾ, ബോസ്റ്റൺ ഡൈനാമിക്സും ഒക്കെ ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ പക്ഷെ അത് തന്നെ AI കണ്ടൻറ്റ് വരുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് ഇതൊക്കെ ഇപ്പോഴൊരു നോബഡി ഹാസ് ഡിസൈഡഡ് ഓൺ ദാറ്റ്. മനസ്സിലായോ? കാരണം AI കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു കണ്ടൻറ്റും മനുഷ്യനുണ്ടാക്കിയ ഒരു കണ്ടൻറ്റും തമ്മിൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതുണ്ടോ, അത് AI കണ്ടന്റിനെ ഒതുക്കേണ്ടതുണ്ടോ? കാരണം സ്പോട്ടിഫൈയിലൊക്കെ ഇപ്പോൾ AI കൊണ്ടുള്ള മ്യൂസിക് ടോപ്പ് ചാർട്ട്സ് വരുന്നുണ്ട്. ദിസ് ഈസ് ഗോയിങ് ടു ബി എ പ്രോബ്ലം അല്ല, ഓപ്പർച്യൂണിറ്റി ആൻഡ് എ പ്രോബ്ലം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇവൻ നോബഡി ക്യാൻ, എനിക്ക് പെർസീവ് ചെയ്യാൻ പറ്റില്ല, നോബഡി ക്യാൻ, ഐ തിങ്ക്. പക്ഷെ അത് സോഷ്യൽ മീഡിയയെ ആ സീനിനെ, ആ സെനാരിയോസ് അത് മാറ്റും, ആ സീനറി അത് മാറ്റും ഒബ്വിയസ്ലി. രണ്ടാമത് ഗവൺമെൻറ്റുകൾ. ഈ പല രാജ്യങ്ങളിലും ഫണ്ടമെൻ്റൽ റൈറ്റാണ് റൈറ്റ് ടു സ്പീച്ച്. ഒബ്വിയസ്ലി ഡെമോക്രസിയിൽ റൈറ്റ് ടു സ്പീച്ച് ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് ടു സ്പീച്ച് പോലെ തന്നെ റൈറ്റ് ടു റീച്ച് കൊടുക്കണമെന്നുള്ളതൊരു ഡിബേറ്റാണ്. കാരണം ഒരാൾക്ക് സ്പീക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, പക്ഷേ അയാൾ പറയുന്ന മണ്ടത്തനെ ലോകത്തിനോട് എല്ലായിടത്തോടും പറയാനുള്ള റൈറ്റ് ഉണ്ടോ? പക്ഷെ അപ്പോൾ ഒരു ചോദ്യം വരും, ആരാണ് ഡിസൈഡ് ചെയ്യുക എന്താണ് മണ്ടത്തരം, എന്താണ് ശരി തെറ്റുകളെ പറ്റി? ഫണ്ടമെൻ്റൽ ചോദ്യങ്ങൾ വരും അവിടെ. റെഗുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആരാണ് റെഗുലേറ്റ് ചെയ്യുക? ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ് സൈഡ് ഉണ്ടല്ലോ. ഓക്കെ. പക്ഷേ ഇപ്പോൾ കാണുന്ന ട്രെൻഡ് ലോകം മൊത്തം തന്നെ പല സ്ഥലത്തും ടിക്ടോക്ക് ബാൻ ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും ടിക്ടോക്കിന് ഗവൺമെൻറ് ഓഫീഷ്യൽസിന് ടിക്ടോക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ ഞാൻ കാനഡയിലുണ്ടായിരുന്ന സമയത്ത് ന്യൂസ് പോർട്ടലുകളുടെ കണ്ടൻറ്റ് അവിടെ ഷെയർ ചെയ്ത് വരത്തില്ല കാണിച്ച് എനിക്ക് ഞാനിവിടുന്ന് ക്ലിക്ക് ചെയ്തുമ്പോൾ ഓപ്പൺ ആയിട്ട് വരത്തില്ല ഫേസ്ബുക്കിൽ. അങ്ങനെ റെഗുലേഷൻസ് ഉണ്ട്. ഓരോ ഗവൺമെൻറ്റിൻ്റെയും പ്രയോറിറ്റികൾ അനുസരിച്ച് സോഷ്യൽ മീഡിയ ബാൻ ചെയ്യുകയോ റെഗുലേറ്റ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ AI-യും ഗവൺമെൻറ് റെഗുലേഷൻസുമാണ് വെബ് 3 കാണാൻ പോകുന്ന ഏറ്റവും വലിയ ചേഞ്ച്. അല്ലാത്ത ഹ്യൂമനൈസ്ഡ് ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് അറിയാം മനുഷ്യൻ എന്താണ് വേണ്ടതെന്നൊക്കെ. വീഡിയോ ആണ് തൽക്കാല രാജാവെന്നൊക്കെ. വിർച്വൽ റിയാലിറ്റിക്കൊക്കെ സമയമെടുക്കും, അതൊക്കെ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. പക്ഷേ അതിൽ ഈ ഏരിയ മാറ്റിമറിക്കുന്നത്, ഇപ്പം നമ്മുടെ സ്കൈലൈൻ മാറ്റിമറിക്കുന്നത് ഉറപ്പായിട്ട് ഗവൺമെൻറ് റെഗുലേഷൻ. നമ്മൾ ഒരു 5 വർഷം കഴിഞ്ഞ് നമ്മൾ കണ്ണ് പൊക്കി നോക്കുമ്പോൾ ആകാശം മാറിയിരിക്കും എന്നുള്ളത് തീർച്ചയായും ഉറപ്പാണ്. ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ മലയാളികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാനൊരു രസകരമായൊരു കാര്യം പറയാം. ഞാൻ കാനഡയിൽ പല ക്ലയൻസിനും വേണ്ടി പോകുന്ന സമയത്ത് സത്യത്തിൽ അവർ നമ്മളേക്ക് ഒരു 6-7 വർഷം പിന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന പല ടൂൾസും അവർക്കില്ല, ആവശ്യമില്ല. കാരണം അത്രയും കോമ്പറ്റീറ്റീവ് അല്ല. അപ്പോൾ എനിക്ക് മനസ്സിലാവും അവിടുത്തെ ലൈഫ് സ്റ്റൈലേ ഡിഫറെൻറ്റാണ്. ഇത്രയും തമാശ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ Amazon.com-ഉം കാനഡയിലെ ആമസോണും തമ്മിൽ എടുത്ത് നോക്കുമ്പോൾ കാണാം അതിൻ്റെ വ്യത്യാസം. നമ്മുടെ ഇവിടെ നിന്ന് അത്രയും കോമ്പറ്റീറ്റീവായിട്ടാണ് പ്രോഡക്റ്റ് നിറച്ചും. അവിടെ ഒരു ഫോൺ, ഒരു 2-3 ഫോണൊക്കെ നമ്മൾ വിചാരിക്കും എന്തോ ആമസോണാണോ സംശയം തോന്നും. കാരണം ആൾക്കാർക്ക് അത്ര മതി. പലരും 7 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന ടൈപ്പ് ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് അല്ലേ. ഞാൻ പറയുന്നത് ജനറലൈസ് ചെയ്ത് പറയുകയല്ല, ബട്ട് ദ ആർ ഡിഫറൻസ്. അപ്പോൾ ഗ്ലോബൽ പേഴ്സ്പെക്റ്റീവിൽ ഉറപ്പായിട്ടും വ്യത്യാസമുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് കോമ്പറ്റീറ്റീവ്നെസ്, ആൾക്കാർക്ക് ശ്രദ്ധ നേടാൻ, എഡ്യൂക്കേഷൻ. നമ്മുടെ നാട്ടിൽ നമ്മൾ എന്ത് പറഞ്ഞാൽ കുറ്റം പറഞ്ഞാലും ഇപ്പം പലരും പറയാറുണ്ട് മലയാളികൾ അഹങ്കാരികളാണ്, അല്ലെ മലയാളികൾ അങ്ങനെയാണ്. എനിക്ക് പോസിറ്റീവായിട്ടേ തോന്നിയിട്ടുള്ളൂ.
നമ്മൾ മലയാളികൾക്ക് പ്രശ്നങ്ങളുണ്ട്, എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഇച്ചിരി കൂടെ ബോധവാന്മാരാണ്. ആ ബോധമുള്ളത് കൊണ്ടതാണ് പലതും ഇവിടെ നടക്കുന്നത്. ഞാൻ മിസ്ബയുടെ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ പല സ്ഥലത്തും ഞാനൊരു നല്ല ബ്രാൻഡഡ് വാച്ച് കെട്ടിക്കൊണ്ടുപോയാൽ മലയാളികൾക്ക് തിരിച്ചറിയാൻ പറ്റും നല്ല ബ്രാൻഡഡ് വാച്ചാണ്. കാരണം മലയാളികൾക്ക് എക്സ്പോഷർ ഉണ്ട്. ഞാൻ നല്ലൊരു വാച്ച് കെട്ടിക്കൊണ്ട് ചില വികസിത രാജ്യങ്ങളിൽ കൂടെ നടക്കുകയാണെങ്കിൽ അവർക്ക് ബ്രാൻഡ് തിരിച്ചറിയാൻ പറ്റത്തില്ല. നമുക്കറിയാം. അതൊരു നല്ല കാര്യമാണ്. അപ്പം അത് സോഷ്യൽ മീഡിയ റിഫ്ലക്റ്റ് ചെയ്യും. നമുക്കിച്ചിരി ബഹളം കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നമ്മുടെ രീതികൾ അങ്ങനെ ആയതുകൊണ്ടാണ്. നമുക്ക് എല്ലാത്തിനും ബഹളം ഉണ്ടല്ലോ. ബഹളം നല്ലതാണ്, കറ നല്ലതാണെന്ന് പറഞ്ഞ പോലെ ഒരു പരിധിവരെ ബഹളം നല്ലതാണ്. കാരണം ബോറിംഗ് അല്ല. ബഹളം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമല്ലോ മിസ്ബ. ഇൻ ലൈഫ് സംതിങ് ഹാസ് ടു ഹാപ്പൻ, റൈറ്റ്? അതുപോലെ പല പ്ലാറ്റ്ഫോമുകളും ഇപ്പം റെഡിറ്റ്, ഡിസ്കോട്ട്, അങ്ങനെയുള്ള പല പ്ലാറ്റ്ഫോമുകളും നമ്മൾ പൊതുവേ പുറകിലാണ്. അതെ. പക്ഷേ മറ്റ് രാജ്യങ്ങളിലൊക്കെ അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ ഇവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്യുന്നത്. ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഒരു ലെവലിലേക്കോ ആളുകൾ ചിന്തിക്കുന്നത് പൊതുവേ കുറവാണല്ലോ. അതെ. അതെന്താണ് അവിടെ ഒരു ഗ്യാപ്പ് വരുന്നത്? നമ്മുടെ നാടും ബാക്കിയുള്ള നാടും തമ്മിലുള്ള കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. ഈ കൾച്ചറൽ ഡിഫറൻസാണ് അവരുപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ഡിഫറൻസ് വേണ്ടി വരിക. ഇപ്പോൾ നമ്മൾ ഗൾഫിൽ പോവുകയാണെങ്കിൽ എൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഗൾഫിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ എയർപോർട്ടിൽ ആരും ബുക്ക് ഇരുന്ന് കാണില്ലെന്ന്. അങ്ങനെ ഉണ്ടാവും കേട്ടോ, ജനറലായിട്ട്. അതൊരു കാര്യമുണ്ട്. അവർ കണ്ടൻറ്റ് കൂടുതൽ കാണിച്ചു. കാരണം വിഷ്വൽ ബേസ്ഡ് ആണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ. ഗൾഫിൽ വലിയ പരസ്യങ്ങൾക്ക് കോപ്പി റൈറ്റിംഗ് ഒന്നും ഉണ്ടാകത്തില്ല. വളരെ ചെറിയ കോപ്പിയും വലിയ വിഷ്വൽസും ആയിരിക്കും. അപ്പോൾ കൾച്ചറിൻ്റെയാണ്. അപ്പം ഈ സാധനം ഈ കൾച്ചറൽ ഡിഫറൻസ് ഏത് ടൈപ്പ് കണ്ടൻറ്റാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിന് ഡിസൈഡ് ചെയ്യും. രണ്ടാമത് ഇതിന് സബ് കൾച്ചറുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഡിസ്കോഡ് ബേസിക്കലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിലാണ് ഈ സോഷ്യൽ മീഡിയ അതിൻ്റെ അകത്തോട്ട് വരിക, അല്ലേ? അപ്പം അങ്ങനത്തെ ഇപ്പം ഗ്ലോബലൈസേഷൻ വന്നു കഴിഞ്ഞതോടുകൂടി ഇൻ്റർനെറ്റ് ഇത്രയും പ്രചാരത്തിലായതുകൊണ്ടും ഇങ്ങനത്തെ സബ് കൾച്ചറിൽ എല്ലാവരും ഉണ്ട്. ഇപ്പം ഈ ഫോർട്ട് കൊച്ചിയിലൊക്കെ പോവുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് വിദേശത്ത് ഡ്രസ്സ് ചെയ്യുന്ന പോലെ ആൾക്കാരെ ഞാൻ ഫോർട്ട് കൊച്ചിയിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ബോബ് മാർലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള വാൾ പെയിൻറ്റിങ്സ് ഒക്കെ ഞാൻ ഫോർട്ട് കൊച്ചിയിൽ കണ്ടിട്ടുണ്ട്. അത്രയും നോളജ് കിട്ടാൻ കാര്യം ഈ ഇൻ്റർനെറ്റാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പതുക്കെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് വരും. പക്ഷേ ബേസിക്കലി വിദേശ രാജ്യങ്ങളിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കൊച്ചു പോക്കറ്റ്സ് ഓഫ് എക്സിസ്റ്റൻസ് കൂടുതലുണ്ട്. കാരണം അവർ ഇൻഡിവിജ്വലിസം കൂടുതലായതുകൊണ്ടാണ്. ഇപ്പോൾ ജപ്പാനിലൊക്കെ തന്നെ വീട്ടിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങാതെ ജീവിക്കുന്ന യൗവനങ്ങളുണ്ട്. അവർക്കത് വിളിക്കാൻ ഒരു പർട്ടിക്കുലർ പേരുമുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. ദേ വിൽ ജസ്റ്റ് ലീവ് ഇൻ. ചില മനുഷ്യർ നമ്മുടെ ഗെയിമിംഗ് കഫേയിൽ തന്നെയാണ് ജീവിക്കുന്നത്. അവിടെ കുളിമുറിയുണ്ട്, കഫേയുടെ അകത്ത് കുളിമുറിയുണ്ട്, വാഷ്റൂമുണ്ട്, അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങത്തേ ഇല്ല. അങ്ങനത്തെ ലൈഫുണ്ട്. അങ്ങനെ ഒരു കൾച്ചറുണ്ട്. ആ കൾച്ചറിൽ വരുന്ന ആൾക്കാർ സ്വയം പറയുന്ന ഒരു പേരുമുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല. നമ്മളുടെ ഇൻഡിവിജ്വലിസം അത്ര ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നമുക്കൊരു ജനറൽ അക്സെപ്റ്റൻസ് സൊസൈറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു രീതിയുണ്ട്. അപ്പോൾ ആ രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയകളാണ് നമ്മൾ നോക്കുന്നത്, അല്ലേ? അതെ. അപ്പോൾ ആ രീതിയിൽ വ്യത്യാസം വരും. ലോങ് ടേമിൽ വരുമായിരിക്കും, പക്ഷേ ഇല്ല. ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ നമ്മുടെ ഒരു പേഴ്സണൽ പ്രൈവസി വലിയൊരു ചലഞ്ചാണ്. അതെ. നമുക്ക് എങ്ങനെ അതൊന്ന് ഒരു പരിധിവരെയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? മിസ്ബയുടെ ചോദ്യത്തിൽ തന്നെ ഉള്ളൂ, പരിധിവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെൻ യു ആർ ഇൻ എ സോഷ്യൽ മീഡിയ ഇറ്റ്സ് ലൈക്ക് യു ആർ ഇൻ എ സോഷ്യൽ പ്ലേസ്. നിങ്ങളൊരു പാർട്ടിക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുമാത്രം പ്രൈവസി ഉണ്ട്. നിങ്ങൾക്ക് പാർട്ടിക്ക് പോകാതിരിക്കാൻ ഉള്ള ചോയ്സേ ഉള്ളൂ, അല്ലേ? പാർട്ടിക്ക് പോകാം, പോകാതിരിക്കാം. പോയാൽ പാർട്ടി അനുവദിക്കുന്നതായിട്ടുള്ള പ്രൈവസി, കുറേ പ്രൈവസി പോയി. നിങ്ങൾ പബ്ലിക് എല്ലാവർക്കും നിങ്ങളെ കാണാം, നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നത് അറിയാം, നിങ്ങൾ എന്ത് ഡ്രിങ്ക് കുടിക്കുന്നതെന്ന് അറിയാം, അല്ലേ? ഓൾറെഡി യു ലോസ് സം പ്രൈവസി. അപ്പം ഇഫ് യു ഡിസൈഡ് ടു ബി ഓൺ സോഷ്യൽ മീഡിയ ഓട്ടോമാറ്റിക്കലി യു ഓൾറെഡി ലോസ് സം പ്രൈവസി. പിന്നെ അതിൻ്റെ അകത്ത് കെയർഫുൾ ആയിരിക്കാമെന്നേ ഉള്ളൂ. ഡിജിറ്റൽ മീഡിയയും സോഷ്യൽ മീഡിയയും വർക്ക് ചെയ്യുന്നത് നമ്മുടെ പ്രൈവസിയെ എൻക്രോച്ച് ചെയ്തുകൊണ്ടാണ്. കാരണം എനിക്കെന്ത് വേണം എന്ന് സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ മീഡിയ കമ്പനികൾക്ക് അറിയാമെങ്കിൽ മാത്രമേ എനിക്കിഷ്ടമുള്ള കണ്ടൻറ്റ് അവർക്ക് തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രൈവസി എന്തുമാത്രം കുറയുന്നോ അത്രയും നന്നായിട്ടാണ് സോഷ്യൽ മീഡിയ എനിക്ക് അഡാപ്റ്റഡായി തോന്നുന്നത്. അത് ആവശ്യവുമാണ്. അല്ലെങ്കിൽ ഞാൻ ആ സോഷ്യൽ മീഡിയ ഉപേക്ഷിച്ച് പോയി കളയും. എനിക്ക് വേണ്ടി എൻഗേജ്മെൻറ്റ് എനിക്ക് എൻഗേജ് ചെയ്യാൻ പറ്റിയ ഇടങ്ങളാണ് സോഷ്യൽ മീഡിയ. അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൈവസി കുറേ ഞാൻ സാക്രിഫൈസ് ചെയ്തേ പറ്റൂ. അപ്പോൾ ആ ചോദ്യത്തിൽ തന്നെയുണ്ട്. ഒറ്റ ഉത്തരം പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കയറാതിരിക്കുക, അല്ലാതൊന്നുമില്ല. നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ ലോഗിൻ വിത്ത് ഫേസ്ബുക്കോ ലോഗിൻ വിത്ത് ആപ്പിൾ ഐ ഡിയോ ലോഗിൻ വിത്ത് ഗൂഗിൾ ഐ ഡി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ കോൺടാക്ട്സും ഇത്രയും നാളത്തെ പ്രിഫറൻസും എല്ലാം കൊടുത്തല്ലോ. പിന്നെ
വാട്ട് ഡസ് ഇറ്റ് മീൻ? കറക്റ്റ്. നമ്മുടെ ഭാര്യയ്ക്ക് അറിയാവുന്നതിനേക്കാളും കൂടുതൽ, ഭർത്താവിന് അറിയുന്നതിനേക്കാളും കൂടുതൽ യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയ്ക്ക് നമ്മളെ അറിയാം. പറയുന്നത് നമ്മുടെ തലയുടെ ബാക്ക് ഭാഗം കാണുകയാണെങ്കിൽ നമ്മൾ ആരാണെന്ന് സോഷ്യൽ മീഡിയയ്ക്ക് അറിയാം. അത്രയും കണ്ടൻറ് ഓൾറെഡി കയറി കഴിഞ്ഞു. അതിന് നല്ലൊരു ഇതുണ്ട് കേട്ടോ. ഈ പ്രൈവസി ഇല്ലായ്മയാണ് ശരിക്കും AI ഇത്രയും ഡെവലപ്പാക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്ത്. വി ഹാവ് ChatGPT നൗ ബിക്കോസ് നമ്മൾ സാക്രിഫൈസ് ചെയ്തു. നമ്മളെല്ലാവരും നമ്മുടെ പ്രൈവസി സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് സാധ്യം. അപ്പം രണ്ട് സൈഡും ഉണ്ട് അതിന്. ഈ AI ഡീഫേക്ക് പോലെയുള്ള ടെക്നോളജിയൊക്കെ ഉള്ള ഈ സമയത്ത് എങ്ങനെയാണ് ഈ പെർസെപ്ഷൻ മാനേജ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഇനി ഡിഫിക്കൽട്ടാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പെൺകുട്ടി ബസ്സിൽ യാത്ര ചെയ്തിട്ട് ആ പെൺകുട്ടി പറഞ്ഞ് തൊട്ടടുത്തിരിക്കുന്ന ഒരു മനുഷ്യനായ ആ പെൺകുട്ടിയെ മിസ് ട്രീറ്റ് ചെയ്തു എന്ന് പറഞ്ഞൊരു വീഡിയോ ഇടുന്നു. അപ്പോൾ ആ വീഡിയോയുടെ കീഴിൽ ആൾക്കാർ ഒരുപാട് കമൻറ്റ് ചെയ്യുന്നത് ആ സ്ത്രീക്കെതിരായിട്ടാണ്, സത്യം എന്തുമാകട്ടെ. അപ്പോൾ ഇനി ഒരു വീഡിയോ ഒന്നിനുള്ളൊരു പ്രൂഫല്ല. പണ്ട് എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ വീഡിയോ കാണിച്ചു തരാം പ്രൂഫായിട്ട്. ഇനി ഒന്നും പ്രൂഫല്ല. ഇനി ഒന്നും തെളിയിക്കാൻ പറ്റില്ല. ഡീപ് ഫേക്ക് കൂടെ ഉള്ളപ്പോൾ ഇനി ഞാൻ തിരിച്ചും പറയാം, ഒന്നും തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് എന്ത് തെമ്മാടിത്തരം കാണിച്ചിട്ടൊന്നും ഡീപ് ഫേക്കാന്ന് പറയാം. അത് രാഷ്ട്രീയത്തിലും എല്ലാ ഫീൽഡിലും വരാൻ പോകുന്ന ഏറ്റവും വലിയ ഡാമേജിലൊന്നാണ്. ഈ ഓൾറെഡി ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എന്ന് വെച്ചാൽ നമുക്ക് വാട്സാപ്പിൽ നമ്മുടെ ബന്ധുക്കാർ ആക്സിഡൻറ്റിൽ പെടുത്തിട്ട് ഇപ്പം എൻ്റെ അച്ഛൻ ഒരു പർട്ടിക്കുലർ ടൈപ്പ് സ്കൂട്ടർ ഓടിക്കുമെന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് ചിത്രീകരിച്ചിട്ട് ആ സ്കൂട്ടർ അതിൻ്റെ അകത്ത് പെടുത്തുകയും എൻ്റെ അച്ഛൻ എന്നോട് ഹെൽപ്പിന് വേണ്ടി വീഡിയോ ചോദിക്കും, ഇടാ മോനെ എനിക്കൊന്ന് അയച്ചു തന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 പേർക്ക് അയച്ചു കൊടുത്താൽ എത്ര പേര് എഡ്യൂക്കേറ്റഡ് ആയിരിക്കും? അതിൽ 10 പേര് വീണ് കഴിഞ്ഞാൽ പോയില്ലേ? ഈ പറയുന്ന ഞാൻ, ഇവിടുന്ന് പറയുന്ന ഞാൻ ഇത്രയും കെയർഫുള്ളായിട്ട് പോലും ഞാനും ചില മൊബൈൽ ഫോൺ കേസൊക്കെ മേടിക്കാൻ വേണ്ടി 210 രൂപ കൊടുത്തിട്ട് നാളെ വരുമെന്നും പറഞ്ഞ് കാത്തിരുന്നിട്ടുണ്ട്. അത്ര പെർഫെക്റ്റാണ്. അപ്പോൾ സാധാരണ ആൾക്കാർ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ഡ്യൂ ഡെലിജൻസ് ഒക്കെ നോക്കി മേളിൽ നോക്കുമ്പോൾ HTTPS ഒക്കെ ഉണ്ട്. സോ ദേ ആർ ഗെറ്റിംഗ് സ്മാർട്ടർ അല്ലേ? വേറൊരു കാര്യമുണ്ട്, ഇവരെ സ്മാർട്ടാക്കുകയാണ്. പണ്ട് നമുക്ക് നോക്കുമ്പോൾ അവരയക്കുന്ന മെസ്സേജിലൊക്കെ അക്ഷരത്തെറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫേക്ക് ആയിരിക്കും. ഇപ്പം അങ്ങനെയല്ല, ഉഗ്രം കമ്പനി ഇരുന്ന പോലെയല്ലേ അവരിരുന്ന് അല്ലേ? അപ്പം പ്രശ്നം ഡീഫേക്സ് ഒക്കെ ഉള്ള സമയത്ത് ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി ഡിഫിക്കൽട്ട് തിങ്. പണ്ട് നമുക്ക് പറയാം, ഞാൻ ഫോട്ടോ കാണിച്ചു തരും, ഞാൻ പ്രൂഫായിട്ട്. ഇപ്പം ഫോട്ടോ ഒരു പ്രൂഫും അല്ല, തിരിച്ചും പറയാം, ഒറിജിനൽ ഫോട്ടോ കൊണ്ടുവന്നാൽ ഇത് ഡീപ് ഫേക്ക് ആയിരുന്നു, ഞാനല്ല ഇത് ചെയ്തത്. ഇനി കണ്ടു കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ ഇത് എൻ്റെ ഫോട്ടോ അല്ല, ഇത് ഡീപ് ഫേക്കാണ്, ഈ വീഡിയോയിൽ ഞാനല്ലെന്ന് വരാൻ പോകുന്ന കാര്യം കോടതികളെല്ലാം സ്ട്രഗിൾ ചെയ്യും. ഇനി എവറിത്തിങ് ഹാസ് ടു ബി ചേഞ്ച്ഡ്. കാണുന്നത് വിശ്വസിക്കാനേ പറ്റില്ല. എങ്ങനെ വിശ്വസിക്കാനും? അങ്ങനായി. എന്താണ് കേരളത്തിലെ ബ്രാൻഡുകളോട് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്? കേരളത്തിലെ ബ്രാൻഡുകൾ കമ്പയർഡ് ടു അതർ പ്ലേസസ്, ഞാൻ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത് 2012 അന്നും പറഞ്ഞു മനസ്സിലാക്കാൻ ഭയങ്കര പാടായിരുന്നു. പല റിയൽ എസ്റ്റേറ്റുകാരും റിയൽ എസ്റ്റേറ്റ് വലിയ ലക്കിലി കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരുമായിട്ട് ഞാൻ ബിസിനസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് എൻക്വയറി ക്രിയേറ്റ് ചെയ്യാനൊക്കെ സോഷ്യൽ മീഡിയ കൊണ്ട് സാധിക്കും എന്നൊക്കെ പറയാൻ വേണ്ടി ഞാൻ കേരളത്തിലെ 2 വലിയ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തുടക്കത്തിൽ എൻക്വയറി കിട്ടുമെന്ന് കാണിക്കാൻ വേണ്ടി. നമ്മളിപ്പോഴും ബ്രാൻഡുകൾ ഇന്ത്യയുമായിട്ട് നോക്കുമ്പോൾ മുന്നിലാണെങ്കിലും യഥാർത്ഥ ഡിജിറ്റൽ മീഡിയയുടെ അത്രയും സ്പീഡിലല്ല, നമ്മൾ പിന്നിൽ തന്നെയാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന കുറേ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങാണ്. കേരളത്തിലെ ബ്രാൻഡുകൾ, കേരളത്തിലെ ഫോൺ ബ്രാൻഡുകളാകട്ടെ, വലിയ ഫോൺ കടകളും സ്വർണ്ണക്കടകളും റിസോർട്ടും ആശുപത്രികളും എല്ലാം യൂസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ചിട്ട് അങ്ങോട്ടൊന്ന് പോയൊന്ന് കവർ ചെയ്യണേ, ഈ സ്വർണ്ണം മാലയൊന്ന് എടുത്ത് കാണിക്കണേ എന്നൊക്കെ പറഞ്ഞുള്ള തൽക്കാലം വർക്ക് ചെയ്യും. ഇനി ഉടനെ വർക്ക് ചെയ്യത്തില്ല. കാരണം മിസ്ബ നേരത്തെ പറഞ്ഞ പോലെ നറേറ്റീവ് മാറ്റിക്കൊണ്ടിരിക്കണം. ഈ AI ഒക്കെ വരുന്നതുകൊണ്ട് ഇനി നറേറ്റീവ് മാറ്റിക്കൊണ്ടിരിക്കണം. ഈ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ ചലഞ്ച് നമ്മുടെ കണ്ടൻറ്റ് കമ്പീറ്റ് ചെയ്യുന്നത് ബാക്കി എല്ലാവരുടെയും കണ്ടൻറ്റുമായിട്ടാണ്. ഇപ്പോൾ മൈക്കിൾ ജാക്സൺ ജീവനോടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേജ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ടൻറ്റുമായിട്ടാണ് ഇപ്പോൾ മിസ്ബ ഒരു ക്രിയേറ്റർ ആണെങ്കിൽ മിസ്ബയുടെ കണ്ടൻറ്റ് ഫൈറ്റ് ചെയ്യുന്നത്. സെയിം പ്ലാറ്റ്ഫോം നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് നേരിട്ട് മൈക്കിൾ ജാക്സണുമായിട്ട്. അതുപോലത്തെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ബ്രെയിനുകളുമായിട്ടാണ് ഫൈറ്റ് പിടിച്ചു നിൽക്കണ്ടേ. അപ്പോൾ കേരളത്തിലെ ബ്രാൻഡുകൾ അത് മനസ്സിലാക്കണം. വെറും ഇൻഫ്ലുവൻസ് അല്ല, നറേറ്റീവ്, നിങ്ങളുടെ കഥ, ബ്രാൻഡ് സ്റ്റോറി എങ്ങനെ ആളുകൾക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് കെയർഫുള്ളായിട്ട് ആലോചിച്ച് ബുദ്ധിപരമായി അത് ചെയ്യുകയാണെങ്കിൽ എൻഗേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പെർസെപ്ഷൻ ആൾക്കാർ നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ചുള്ള പെർസെപ്ഷൻ നിങ്ങൾക്ക് മാറ്റുകയും ചെയ്യാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. കേരളത്തിൽ വളരെ മുത്തശ്ശി ബ്രാൻഡായ സ്വർണ്ണക്കട,
പരിശുദ്ധ സ്വർണം എന്ന് പറയുന്നത്. ഈ പരിശുദ്ധം എന്നുള്ള വാക്ക് സ്വർണ്ണത്തിന് എങ്ങനെ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം പരിശുദ്ധം എന്ന് വെച്ചാൽ ഹോളി എന്നുള്ളതാണ്. കോപ്പി റൈറ്ററിൻ്റെ പ്രഷറിട്ടാണ് ശുദ്ധം പരിശുദ്ധമായത്. അല്ല, പരിശുദ്ധ സ്വർണ്ണം എന്ന് എങ്ങനെ പറയുന്നത് എനിക്ക് ഹോളി ഐ ഡോണ്ട് നോ വാട്ട് എവർ. അപ്പോൾ എനിക്ക് 2 മക്കളാണ്, പെൺകുട്ടികൾ, പുറത്ത് വളർന്ന മക്കളാണ്. അവർ ഇൻസ്റ്റാഗ്രാമും സ്നാപ്ചാറ്റും ഒക്കെ ഫോളോ ചെയ്യുന്ന മക്കളാണ്. അപ്പോൾ ഞാൻ കാനഡയിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ സ്ഥലം ആലപ്പുഴയാണ്, ഞാനിപ്പോൾ താമസിക്കുന്നത് എറണാകുളത്താണ്. നമ്മൾ ആലപ്പുഴ പോകുന്ന സമയത്ത് കേരളത്തിലെ മുത്തശ്ശി സ്വർണ്ണക്കടയിൽ നിന്ന് നമുക്ക് സ്വർണം മേടിച്ച് കൊടുക്കാമെന്നപ്പം എനിക്കൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കാനാണ് സ്വർണം. എൻ്റെ പെൺമക്കൾ ചോദിക്കുക, 2 ടീനേജേഴ്സാണ്, അച്ഛൻ എന്തിനാ അങ്ങനത്തെ കടയിൽ നിന്ന് മേടിക്കുന്നത്, അച്ഛൻ ഈ കടയിൽ നിന്ന് മേടിച്ചൂടെ എന്ന് പറഞ്ഞ് പുതിയൊരു ബ്രാൻഡിൻ്റെ പേര് പറഞ്ഞു. കാരണം ഞാൻ പറയുന്ന ബ്രാൻഡ് അവരുടെ കണ്ടൻറ്റ് അവരുടെ അടുത്ത് എത്തിയിട്ടില്ല. അവരിപ്പോഴും മലയാള മനോരമയിൽ ഫുൾ പേജ് അടിച്ചുകൊണ്ടിരിക്കുക. ജെൻസി പത്രം വായിക്കുന്നില്ല. അവരെനിക്ക് വെച്ചാൽ ഇങ്ങനത്തെ ഒരു കുഞ്ഞു കടയിൽ നിന്ന് എന്തിനാണ് മേടിക്കുന്നത്? കുഞ്ഞു കടയൊന്നുമല്ല, ആലപ്പുഴ എന്ന് പറയുകയാണെങ്കിൽ ഈ കടയാണ് സ്വർണ്ണം. അതെ. കേരളത്തിലെ എല്ലാ പ്രായമുള്ളവർക്കും ഈ സ്വർണ്ണത്തിൻ്റെ അറിയാം, പക്ഷെ അവർക്കറിയത്തില്ല. അവരിൽ നിന്ന് ആ ബ്രാൻഡ് ഡിസപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുക. അതും കേരളത്തിലെ ബ്രാൻഡുകൾ അറിയണം. കേരളത്തിലെ ബ്രാൻഡുകൾ അറിഞ്ഞില്ലെങ്കിൽ നാളെ നിങ്ങളാരാന്ന് ചോദിക്കും. കാരണം ജെൻസിയുടെ പ്ലാറ്റ്ഫോമിൽ അവർ സംസാരിക്കുന്ന ഭാഷയെ സംസാരിക്കണം, അല്ലേ? അതെ. അത് ബ്രാൻഡുകൾ ആ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. എന്താണ് സ്കിബിഡി എന്ന് ബ്രാൻഡുകൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ യു വോണ്ട് സർവൈവ്. ഈ പുതിയ മാറ്റത്തിൽ നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ പരസ്യ ഏജൻസികളും ഡിജിറ്റൽ ഏജൻസികളും എത്രമാത്രം പ്രിപ്പയർഡാണ്, അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം കപ്പാസിറ്റി ഉണ്ട് ഈ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ? ഞാനിതിന് ഉത്തരം പറഞ്ഞാൽ കുറേ പേരെ ഞാൻ റോഡ് വെച്ച് കാണുമ്പോൾ പ്രശ്നവും. എന്നാലും ഞാൻ കുറച്ച് പറയാം. കേരളത്തിൽ അഡ്വർടൈസിങ് ഏജൻസികളെല്ലാം തന്നെ ഈ മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പ്രശ്നം നമ്മുടെ നാട്ടിൽ നല്ല ഷോർട്ടേജ് ഓഫ് ടാലൻ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ കുറച്ച് SEOക്കാരുണ്ട്, കുഴപ്പമില്ലാതെ. അതിൻ്റെ മേലോട്ട് ഡിജിറ്റൽ എന്ന് പറയുന്നത് ഗൂഗിൾ ആഡ്വേർട്സ് ചെയ്യുക, സോഷ്യൽ മീഡിയ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു അഡ്വൈസ് ചെയ്യുന്ന അഡ്വർടൈസിങ് ഏജൻസീസ് ഇല്ല എന്ന് തന്നെ പറയാം. ക്ലയൻറ്റിനോട് സോഷ്യൽ മീഡിയ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊരു സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കുന്ന അഡ്വർടൈസിങ് ഏജൻസി ഇല്ല എന്ന് തന്നെ. പല ക്ലയൻറ്റുകളും സ്വന്തമായിട്ടാണ് ഡിജിറ്റൽ കാര്യം വെച്ച് SEO ചെയ്തു പോകും, ഗൂഗിൾ ആഡ്വേർട്സ് ചെയ്തു പോകും, യൂട്യൂബ് അഡ്വർടൈസ്മെൻറ്റ്, അങ്ങനെ. ഇപ്പം കുറച്ച് അഡ്വർടൈസിങ് ഏജൻസീസ് ഡിജിറ്റലിലൊക്കെ ഇത് ചെയ്യുന്നുണ്ട്, അഡ്വൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സോഷ്യൽ ഇപ്പോഴും മാറി നിൽക്കുകയാണ്. കാരണം അത്രയും കേപ്പബിൾ ആകാൻ ശ്രമിക്കുമ്പോഴും ഷോർട്ടേജ് ഓഫ് ടാലൻ്റ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. റിയലായിട്ട് സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കാനുള്ള ഷോർട്ടേജ് ഓഫ് ടാലൻ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു ലിസണിങ് ടൂൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ക്ലയൻസിന് അറിയത്തില്ല. പല ക്ലയൻസിനും ലിസണിങ് ടൂൾസ് ഉണ്ടാകുന്ന പോലും അറിയത്തില്ലല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു തിങ്ങുണ്ട്. ഞാനൊരു കേരളത്തിൽ വൻകിട നമ്മുടെ FMCG ബ്രാൻഡിൻ്റെ അടുത്ത് പോയ സമയത്ത് അവർക്കൊരു ടീമുണ്ട്, അവർക്ക് 12 സോഷ്യൽ മീഡിയ ടീംസ് ഉണ്ട്. ബട്ട് ദേ വർ നോട്ട് യൂസിങ് എനി സോഷ്യൽ മീഡിയ ലിസണിങ് ടൂൾസ്. സോഷ്യൽ ലിസണിങ് അവർക്ക് അറിയില്ല. അപ്പം ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യണം. കേരളത്തിലെ അഡ്വർടൈസിങ് ഏജൻസികൾ ശ്രമിക്കുന്നില്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി, ഒരിടത്തും എത്തുന്നില്ല. യു ഹാവ് ടു ട്രൈ ലിറ്റിൽ ഹാർഡ്. അല്ലെങ്കിൽ ക്ലയൻറ്റ് ഒരു കാര്യം ഞാൻ പറയാം, പണ്ട് ഓണമാകുമ്പോഴും ക്രിസ്മസ് ആകുന്ന സമയത്ത് ഇന്ന ടെലിവിഷനിലെ മെഗാ സിനിമ, സൂപ്പർ ഹിറ്റ് സിനിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നതെന്നും പറഞ്ഞ് അതിൻ്റെ പവേർഡ് ബൈയും അതിൻ്റെ സ്പോൺസർഷിപ്പ് വയ്ക്കാൻ വേണ്ടി മീഡിയകൾ വരുമായിരുന്നു. അതെ. ഇപ്പം ആരാ സിനിമ കാണുന്ന? സിനിമ ഉണ്ടല്ലോ, എന്ത് പവേർഡ് ബൈ, എന്ത് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. അപ്പോൾ പണ്ട് മീഡിയകൾ കാരണം ആ ട്രഡീഷണൽ മീഡിയയ്ക്ക് കൊടുത്തിരിക്കുന്ന പൈസ എടുത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് കൊടുക്കുക, അല്ലേ? അപ്പോൾ ട്രഡീഷണൽ മീഡിയ ഇവിടെ തളർന്നു തുടങ്ങി. അത് അഡ്വർടൈസിങ് ഏജൻസിക്ക് മനസ്സിലായി. പക്ഷേ അതിന് പകരം സജസ്റ്റ് ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഏജൻസികൾ പറ്റുന്നില്ല. അവർക്കും അറിയാവുന്നത് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറം ആർക്കും അറിയത്തില്ല. അതിൻ്റെ അപ്പുറം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പെർസെപ്ഷൻ മാനേജ്മെൻറ്റ് ടൂൾസ് ഉപയോഗിക്കുകയോ ഇച്ചുകൂടെ ചെയ്യാൻ സാധിക്കുമായിരിക്കും, ചെയ്യാനുണ്ട്. ഈ ടാലൻറ്റിൻ്റെ ഷോർട്ടേജ് എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം ഇത്രയും സാധ്യതകളുള്ള ഒരു മേഖല എന്തുകൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറ, യുവതലമുറ ഇതിലേക്ക് എത്തി നോക്കാത്തത്? അല്ല, യുവതലമുറ ഇതിലേക്ക് എത്തി നോക്കുന്നുണ്ട്. തിങ്ക് എന്ന് പറയുന്നത് ഇതിന് കുറേ ഏരിയകളുണ്ട്. കാരണം ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഏരിയയാണ് കണ്ടൻറ് പ്രൊഡക്ഷൻ. ഇപ്പം നമ്മൾ തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഏജിൽപ്പെട്ട ഒരാളാണെന്ന് ഉറപ്പാണ്. ഇവരെല്ലാം തന്നെ പ്രൊഡക്ഷനിലുണ്ട്, പ്രീ പ്രൊഡക്ഷനിലുണ്ട്, സൗണ്ട് മിക്സിങ്ങിലുണ്ട്. അവിടെ കൊണ്ട് നിന്ന് പോവാം. ആർട്ടിലുണ്ട്, സ്ട്രാറ്റജിയിലില്ല. അവിടെയാണ് വ്യത്യാസം. നമുക്ക് പ്രൊഡക്ഷൻ കഴിവുള്ള ഒരുപാട് പേരുണ്ട്. പ്രൊഡക്ഷന് സൗണ്ട് മിക്സിങ്ങും ക്വാളിറ്റിയും ജിംബലും നമുക്ക് ഡ്രോണും വി ഹാവ് വെരി ഗുഡ് ഇൻ ദാറ്റ്. ദേ നോ. നമ്മൾ പുറത്തുള്ളൊരു സാധനം മലപ്പുറത്തൊക്കെ ചില വരുന്ന വീഡിയോസ് കാണണം. ദേ വെരി ഗുഡ് ഇൻ ഇറ്റ്. ദേ നോ ഹൗ ടു സ്റ്റൈലൈസ് ഇറ്റ്, ഫിൽറ്റേഴ്സ്, എവറിത്തിങ്.
പക്ഷേ പ്രോബ്ലം സ്ട്രാറ്റജിയാണ്. ഈ കണ്ടൻറ്റ് ക്രിയേറ്റ് ഏത് ടൈപ്പ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് അവരോട് പറഞ്ഞു കൊടുത്താൽ അവർക്കതിൻ്റെ കഴിവുണ്ട്, പക്ഷെ പറഞ്ഞു കൊടുക്കണ്ടേ. മീഡിയയ്ക്ക് ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അതിന് അഡ്വർടൈസിങ് ബാക്ക്ഗ്രൗണ്ട് വേണം. യഥാർത്ഥത്തിൽ അഡ്വർടൈസിങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് സോഷ്യൽ മീഡിയയിലോട്ട് വരേണ്ടത്. പ്രൊഡക്ഷൻ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നല്ല ടാലൻറ്റഡ് പീപ്പിൾ പ്രൊഡക്ഷനിലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നല്ല വെബ് സീരീസൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അഡ്വർടൈസിങ് വെബ് സീരീസ് അല്ലല്ലോ. അതുകൊണ്ടാണല്ലോ പണ്ടും അഡ്വർടൈസിങ് കൊമേഴ്ഷ്യൽസും ടെലിവിഷൻ മറ്റേ സിനിമയും വെവ്വേറെ ആയിരുന്നു. ചിലർ നമുക്ക് ഇല്ലെന്നല്ല, നല്ല മിടുക്കരായ ആൾക്കാരുണ്ട് രണ്ടിലും ചെയ്യുന്നത്, പക്ഷേ രണ്ടും വേറെയാണ്. അപ്പം അതുപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ അല്ല സ്ട്രാറ്റജി. നമുക്ക് സ്ട്രാറ്റജിസ്റ്റുകൾ കുറവാണ്. അതെനിക്ക് തോന്നുന്നത് നമ്മളുടെ ഒരു ഫണ്ടമെൻ്റൽ തോട്ട് പ്രോസസ്സിൻ്റെ ഒരു ഡിഫറൻസ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പം നല്ല ജോലിക്കാരെ ഉണ്ടാക്കാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, കമ്പനികൾ ഉണ്ടാക്കാനോ ബ്രാൻഡ് ഉണ്ടാക്കാനോ അല്ല. നമ്മളൊക്കെ പഠിച്ചു വരുന്ന എങ്ങനെയാണ്, എങ്ങനെ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കാം. ഇവിടെ ഗ്ലോബൽ കമ്പനികളിലെല്ലാം അവിടെ CEO വരെ ഉണ്ട്. പക്ഷേ ഒരു ഫോർച്യൂൺ 500 എന്ന് പറയുന്ന ലിസ്റ്റ് എടുത്താൽ അവിടെ ഇന്ത്യൻ കമ്പനികളോ മലയാളി കമ്പനികളോ അവിടെ എത്തപ്പെടാൻ പറ്റുന്നില്ല. പക്ഷെ അവിടെയൊക്കെ ടോപ്പ് ലെവലിൽ ഇരിക്കുന്നതും ടോപ്പ് ഡിസിഷൻ എടുക്കുന്നതും ആണ് മലയാളികളാണ്. അതൊരു ഫണ്ടമെന്റൽ തോട്ട് പ്രോസസ്സിന്റെ ഒരു ഡിഫറൻസ് ആയിരിക്കും. ഈ ഒരു സ്ട്രാറ്റജി ലെവലിലില്ല, പക്ഷെ പ്രൊഡക്ഷനിലുണ്ട്. ഉണ്ട് എന്ന് വെച്ചാൽ ഇതിന് ഞാൻ നേരത്തെ രണ്ട് സൈഡ് ഉണ്ട്. ഈ മറ്റേ സൈഡിൽ നമുക്ക് നല്ല മിടുക്കന്മാരുണ്ട്. പ്രശ്നം അഡ്വർടൈസിങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറേ അഡ്വർടൈസിങ് പണ്ട് പഠിക്കുന്ന പോലെ, അഡ്വർടൈസിങ് ഒരു പ്രൊഫഷനായി ചെയ്യുന്ന പോലെ അഡ്വർടൈസിങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരുപാട് പേര് ഡിജിറ്റലിലോട്ട് വരണം. എന്നാൽ ക്രിയേറ്റീവ്സ് ആൻഡ് സ്ട്രാറ്റജി കൂടെ അതിൻ്റെ അകത്ത് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് സ്ട്രാറ്റജി ആവും, ഇതുവാവും. ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു സിനിമാ നടന്മാരുടെ AI, ഇപ്പോൾ പുറത്തെ രാജ്യത്ത് പല സിനിമാ നടന്മാരും അവരുടെ AI വിൽക്കുകയാണ്. ഇപ്പം ഞാൻ എല്ലാ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു പാട്ടുകാരനാണെങ്കിൽ എല്ലാ പാട്ടുകളും ഞാനല്ല പാടുന്നത്, എൻ്റെ ശബ്ദം ഉപയോഗിച്ച് AI പാട്ടുകളുണ്ടാക്കും. അപ്പോൾ അതിൻ്റെ റോയൽറ്റി എനിക്ക് കിട്ടിയാൽ മതി അല്ലേ. അപ്പോൾ അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ ഈ സിനിമാക്കാരൻ്റെ ശബ്ദം വെച്ച് പാട്ടുകൾ ഇറക്കാൻ പറ്റുന്ന ഒരുത്തൻ വേണ്ടേ. അപ്പോൾ ആ പാട്ടുകൾ ഇറക്കാൻ കഴിവുള്ളവനും പൈസ കിട്ടും, ആ പാട്ടുകാരനും പൈസ കിട്ടും. കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത്? അതുപോലെ നമ്മുടെ നാട്ടിൽ സിനിമയ്ക്ക് ഇത്ര ഇമ്പോർട്ടൻസ് ആണെങ്കിൽ സിനിമാക്കാരുടെ രൂപം വെച്ച് ആ AI വെച്ച് നമുക്ക് നിറച്ച് സിനിമ പിടിക്കാൻ പറ്റും. ഈ സിനിമാക്കാർക്കും റോയൽറ്റി കിട്ടട്ടെ, ആ രീതിയിലാവും. പക്ഷെ അപ്പോൾ അത് ചെയ്യാനുള്ള കഴിവുള്ള ആൾക്കാർ വേണം അല്ലേ. അങ്ങനെ ചിന്തിക്കാനും കഴിവുള്ള ആൾക്കാർ വേണം. സ്ക്രിപ്റ്റ് എഴുതാൻ കഴിവുള്ളതായിരിക്കും, പക്ഷെ ഇങ്ങനെ ഒരു ഐഡിയ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ചിന്തിക്കണ്ടേ. അവിടെയാണ് നമുക്ക് ലാക്ക് വരുന്നത്. അതിന് അഡ്വർടൈസിങ് ബാക്ക്ഗ്രൗണ്ട് വേണം. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. നികലും അത് മാറും. ഈ അഡ്വർടൈസിങ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ചെയ്യുന്ന പല ഏജൻസികളും ഉണ്ട്. അപ്പോൾ രണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരുണ്ട്. ഒന്ന് ഒരു പ്യുവർലി ടെക്നിക്കൽ, ഒരു ഡിജിറ്റൽ ലെവലിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്, അഡ്വർടൈസിങ് ഏജൻസിയിൽ നിന്ന് വരുന്നവരുണ്ട്. ഈ രണ്ട് ടീമിനെ ഒന്ന് കമ്പയർ ചെയ്യുമോ? അതായത് ഒരു അഡ്വർടൈസിങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സോഷ്യൽ മീഡിയ ഏജൻസിയും ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സോഷ്യൽ മീഡിയ ഏജൻസിയും, ഈ രണ്ടാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത്. അതിൽ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഈ ഡിജിറ്റൽ മീഡിയ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നവൻ കോസ്റ്റ് പെർ മില്യൺ ഇംപ്രഷൻസ് അതായിരിക്കും സംസാരിക്കുക. നിങ്ങൾക്ക് ഇംപ്രഷൻസ് ആണ് വരുന്നത്, നിങ്ങൾക്ക് അതിൻ്റെ കണ്ടൻറ്റ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആകുന്നു, ഇത്ര രൂപ എടുത്ത് എത്ര ഇംപ്രഷൻസ് കാണിക്കാൻ പറ്റും, എത്ര ക്ലിക്ക് ത്രൂ റേറ്റ് കിട്ടും, അതായിരിക്കും അവൻ പറയുന്നത്. ഈ അഡ്വർടൈസിങ് ഏജൻസീസ് എന്ന് വരുന്നവൻ പറയുന്നത് എന്ത് എൻഗേജ്മെൻ്റ് ഉണ്ടാവും, എത്ര പേര് നിങ്ങളെ ഫോണിൽ വിളിക്കും, ഇതിൻ്റെ റെസ്പോൺസ് എന്തായിരിക്കും എന്നായിരിക്കും പറയുന്നത്. രണ്ടും രണ്ട് സ്കൂൾ ഓഫ് തോട്ടാണ്. രണ്ടും വർക്ക് ചെയ്യും, ഇല്ലെന്നല്ല, രണ്ടിൻ്റെ ശക്തിയുടെ കാര്യമുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ എൻഗേജ്മെൻറ്റ് തന്നെയാണ് രാജാവ്. അതുകൊണ്ട് ഇപ്പം ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ വിജയിച്ച് നിൽക്കുന്ന വീഡിയോ കണ്ടൻറ്റ് നമ്മൾ ഡിജിറ്റൽ അഡ്വർടൈസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വർക്ക്സ് ഫോർ എവരി വൺ. അത് പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് വർക്ക് ചെയ്യും. അപ്പം സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കണ്ടൻറ്റ്, വീഡിയോ കണ്ടൻറ്റ് എടുത്ത് ഡിജിറ്റൽ മീഡിയ കൂടെ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും നല്ലത്. പക്ഷെ അപ്പം ആ ഡിജിറ്റൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കേണ്ട കണ്ടൻറ്റ് ഉണ്ടാക്കാൻ അറിയണം. അതാണ് പ്രശ്നം. അവിടെയാണ് സ്കിൽ സെറ്റ് വേണ്ടി വരുന്നത്. ഒരുപാട് സന്തോഷം. നമുക്ക് ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് വരാനും നമ്മുടെ എന്നോടൊപ്പമുള്ള കുറേ ആളുകളും ഇതൊരു ഭയങ്കര ഇൻസൈറ്റാണ്. ബ്രാൻഡുകളെ സംബന്ധിച്ചിടത്തോളം, ഓൺടർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ അതിനൊരു മനസ്സ് കാണിച്ച ഡെന്നിസിന് പ്രത്യേകമായ നന്ദി പറയുന്നു. ഇവിടെ വന്ന് സംസാരിക്കാൻ പറ്റിയ എനിക്ക് സന്തോഷം. ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. കേട്ടോ, താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച്.